പ്രയർ പാടാടാ ഗ്രൂപ്പായിട്ട്. ആരുടെ അനക്കം ഇല്ലല്ലോ. പാടാം തമന. അത് അവിടെ നിന്ന് ഒരു വിളി. ആരാ അത്? ആരാ? റീറ്റയാണോ? ആരാ അത്? പാടാന്ന് ഗ്രൂപ്പായിട്ട് സോങ് പാടാന്ന്. സൗമ്യ. സൗമ്യ തന്നെ പേര്. പെട്ടെന്നൊരു പാട്ട് പറ, വേഗം പാടാം. ചോദിച്ച എപ്പോഴും നിങ്ങൾ പറയണമെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. സിനു കേക്കാൻ വയ്യേ? ഹലോ, പാടൂ പെട്ടെന്ന്. എടാ ഒന്ന് പറഞ്ഞേ. ഹലോ. ഇല്ല, ഞാൻ ലെഫ്റ്റ് ആയി കയറട്ടെ. നന്മരൂപിയായ ദൈവം അറിയാമോ? അത് പാടാം. പ്രയർ പാടാ, സമയം കളയണ്ട. എല്ലാരും പഠിക്കൂ. രേഷ്മേ, ധന്യ ചേച്ചി, രസ്ന, എല്ലാരും പാടണേ. ഓക്കെ. എന്തുവാടാ കേട്ടില്ല? പ്രയർ എല്ലാരും പാടും. നന്മരൂപിയായ ദൈവം. ഓക്കെ. ഗുഡ് ഈവനിങ്. പ്രയർ 1 2 3 സ്റ്റാർട്ട്. നിന്മനോരൂപമെന്റെ മുന്നിലെന്നും കാണണം. നിന്മനോരൂപമെന്നിലെന്നും കാണണം. നന്മരൂപിയായ ദൈവമേ, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയം. ഭക്തിയും വിവേകവും തരേണമേ നന്മരൂപിയായ ദൈവമേ, സ്നേഹരൂപിയായ താങ്ക് യു. കൂട്ടപ്രാർത്ഥന കഴിഞ്ഞു. അതെ. അടിപൊളി. ഗുഡ് ഈവനിങ്. കൂട്ടപ്രാർത്ഥന കഴിഞ്ഞു. കേട്ടായിരുന്നോ? മാം വന്നില്ലല്ലോ. ഞാൻ നോക്കുമ്പോ ഫുള്ള് ചിരിയുടെ സ്മൈലി വരിക. പ്രയർ കേട്ട് ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തത്, ഞാൻ മോള് കുഞ്ഞായിരുന്നു. അപ്പൊ 7 മന്ത് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് കേട്ടോ, ഈ ചോറൊക്കെ കൊടുത്തതിന് ശേഷം. അപ്പം അമ്പലം അടച്ചിട്ടൊരു പൂജ ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും പുറത്തിറങ്ങിയെന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്റെ തൊട്ടിപ്പുറത്ത് ഒരാള് നിൽക്കുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. അമ്പലത്തിൽ പൊതുവെ ഷർട്ട് ഊരിയിട്ടാണല്ലോ. അയാൾ ഇച്ചിരി പ്ലഫി, ഇച്ചിരി അങ്ങനത്തെ ഒരു ആളായിരുന്നു, ഇച്ചിരി പ്രായമുള്ളത്. അപ്പൊ അവൾക്ക് ഭയങ്കര കൗതുകം. അവൾ അയാളുടെ ചെസ്റ്റിൽ കയറി തൊട്ടു. ചിരിക്കാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ നിങ്ങൾ പ്രയറിന്റെ സമയത്ത് ചിരിക്കുന്ന കണ്ടോണ്ട് ഞാൻ അതാ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോഴുള്ള പ്രയർ സമയത്ത് നമ്മളുടെ മനസ്സ് ഭയങ്കര ക്ലിയർ ആയല്ലോ, അതുകൊണ്ടൊക്കെയാണ് ചിരിക്കാൻ കഴിയണത്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ മേ ബി ഇത് ചിലപ്പോ നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കാം. ചിലപ്പോ ഞാൻ മൺഡേ എടുക്കും. ഇന്നത്തോടുകൂടി തീരുവാണെങ്കിൽ മൺഡേ വെറുതെ ക്ലാസ്സിന് കയറ്റി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ലാസ്റ്റ് ക്ലാസ് ഇൻ ദ സെൻസ് റെഗുലർ ലാസ്റ്റ് ക്ലാസ്. മെയിൻ എക്സാമിന് മുമ്പ് ഞാനൊരു റിഫ്രഷിംഗ് സെഷൻ വെക്കും. അതും നൈറ്റ് ആയിരിക്കും 7:30. അത് എന്ന് വേണമെന്ന് പറയാം. അതായത് 15th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാം ഒക്ടോബർ 10 തന്നെയാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും.
ഗ്രൂപ്പിൽ ചോദിച്ചപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഡിലേ ആയി പോകുന്നേക്കാളും മാം ചൂസ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് നൈറ്റ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. 10 ആണ് എനിക്കും ശരിയായിട്ട് തോന്നുന്നത്. സോ ഞാൻ അതുകൊണ്ട് 10 തന്നെ യെസ് 10 തന്നെ ഞാൻ വിചാരിക്കണം. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്താൽ മതി. ഞാൻ എന്തായാലും പാർട്ട് 3-ലെ 3, 4, 7, 10 അത് മെയിൻലി ഫോക്കസ് ചെയ്യും. ഈ 4 ചാപ്റ്റേഴ്സ് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ എന്നോടൊന്ന് നേരത്തെ പറയണം. ഓക്കെ, 10th-നാണോ മാം? 10th-ന് എടുക്കുന്ന കാര്യം പറഞ്ഞാണോ? 10th-ന് എടുക്കുമ്പോ ഞാൻ ഈ 4 ചാപ്റ്റേഴ്സ് എന്തായാലും അതിലെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയും. അത് കൂടാതെ ഏതെങ്കിലും ലെസൺസ് നമുക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല, എല്ലാ സബ്ജക്റ്റും എടുത്ത് പോകാൻ പറ്റില്ല. സോ ഫുൾ ലെസൺസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പാർട്ട് 3 ആണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കാരണം പാർട്ട് 3 ആണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പറയാറ്. അപ്പൊ ഈ 3, 4, 7, 10 ഞാൻ എന്തായാലും ഫോക്കസ് ചെയ്യും. അത് കൂടാതെ വേറെ ഏതെങ്കിലും ലെസൺസ് വേണമെങ്കിൽ നേരത്തെ പറയണം. ഓക്കെ മാം. 1.5 hours നമുക്ക് ഇരിക്കാനും പറ്റുള്ളൂ. ആ 1.5 hours നമുക്കത് ക്യാപ്സൂൾ ആക്കി വരുകയും വേണം. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റുകൾ ഇനി മുഴുവൻ വായിക്കാൻ സമയം കിട്ടാത്ത പലരും ഉണ്ടാവും. കാരണം എക്സാം ആവുമ്പോഴേക്കും വായിച്ച് തീരില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ പിന്നീട് അത് ഡീപ്പായിട്ട് മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് മനസ്സിലാക്കുക. എക്സാമിന് ആ ഒരു ക്ലാസ് എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ടൊന്ന് ക്ലാസ്സിലും പറയണം. കാരണം അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ടഫ് ഫോർ യു ടു അപ്പിയർ ഫോർ ദ എക്സാം. എക്സാം അത്ര ടഫ് ഒന്നുമല്ല. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ടേം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ്, അതിനെയൊക്കെ റിലേറ്റ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അതൊന്ന് ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊന്ന് അറിഞ്ഞു പോകണം. അതുമല്ല, മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് അറിയുന്നത് ആ ഒരു റിഫ്രഷിംഗ് സെഷനിലായിരിക്കും കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകുന്നത്. ഇതുവരെ മനസ്സിലാകാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പോയവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ കയറുന്നവർക്ക് അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിൽ കയറാൻ പറ്റാതെ പോയവര് ആ ഒരു സെഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഓക്കെ, സോ നമ്മുടെ ബാലൻസ് പോർഷൻ ലൈക്ക് 7th യൂണിറ്റ് 10 ഉണ്ട്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് നാളെ നിങ്ങൾക്ക് അപർണ മിസ് എടുക്കാന്നാണ് വിചാരിച്ചത്. ബട്ട് അതും കൂടെ ഒന്ന് ഞാൻ കവർ ചെയ്യും. പിന്നെ വെറുതെ ഒരു സാറ്റർഡേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മാക്സിമം ടൈം ഇനി എക്സാമിന്റെ പ്രിപ്പറേഷൻസും വൈവിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കഴിയാത്തവർക്ക് അതൊക്കെ ചെയ്യാലോ. വെറുതെ 1 hour കയറി ഇരുന്ന് ഇതാകണ്ട. ഞാൻ അതൊന്ന് ബ്രീഫ് ചെയ്തു പോയി. ഞങ്ങൾക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് ആയിരുന്നു തീർക്കാറ് ഞങ്ങളുടെ ക്ലാസ്സിൽ. ബാക്കി മുഴുവൻ നമുക്ക് ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ക്ലാസ്, മോർണിംഗ് ടു ഈവനിങ് ആണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ദിവസം കൊണ്ട് അങ്ങ് തീർക്കും. അപ്പോൾ നമ്മൾ ബാക്കി ടൈമിൽ ഫുള്ള് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും അസൈൻമെന്റ്സും എല്ലാം ക്ലാസ്സിലിരുന്ന് തന്നെ സമയമുള്ളപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മുടെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കത് പറ്റാറില്ല. ഓക്കെ ഫൈൻ, ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. പാർട്ട് 4 നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറെ മിസ്റ്റേക്കുകൾ, മീൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നേ ഉള്ളൂ. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനൊരു ടീച്ചർ ഗൈഡ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പാർട്ട് 1 ഈസ് ഓൾസോ നമ്മളുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരുന്നു പാർട്ട് 1. പാർട്ട് 2 വന്നപ്പോ മേ ബി കുറച്ചൊക്കെ നമുക്ക് അറിയായിരിക്കും, കുറച്ചൊന്നും നമുക്ക് അറിയില്ല. കുട്ടികളെ വളർത്തിയിട്ടുള്ളവരെ, കുട്ടികളെ കണ്ടിട്ടുള്ളവരെ കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ടീച്ചർമാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് കൂടുതലായിട്ട് നിങ്ങൾ കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ആ ഒരു ഡിഫറൻസ് അപ്പോഴായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ലൈഫും നമ്മൾ ചെറുപ്പത്തിൽ ജീവിച്ച് വളർന്നു വന്നതും നമ്മളുടെ ഡെവലപ്മെന്റും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതെങ്ങനെയാണ് ഒബ്സർവേഷൻസ് ഒക്കെ പിന്നെയായിരിക്കും നമുക്ക് കണക്ട് ചെയ്യാനും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും അപ്പോഴായിരിക്കും. അടുത്ത ഈ പാർട്ട് 3 ചെയ്തപ്പോഴായിരുന്നിരിക്കാം മനസ്സിലായിട്ടുണ്ടാവുക. ഓക്കെ, എനിവേ നമ്മുടെ ലൈഫിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് പറ്റട്ടെ. കുറെ പേർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടും നമുക്കിത് പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ്
ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, ഒരു കുട്ടിയുടെ ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു മിസ്കണ്ടക്ട് നമ്മൾക്ക് പറയേണ്ട, കുട്ടിയുടെ ഒരു സ്വഭാവം കാണുമ്പോൾ പല രീതിയിൽ ചിലപ്പോ മൂഡ് സ്വിങ്സ് ശരിക്കും നമുക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അവരുടെ ഓരോ ദിവസത്തെ രീതികൾ അനുസരിച്ചും അവർക്ക് ഒരു കോൾഡ് വന്നാൽ തന്നെ അവർ ചിലപ്പോൾ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് പെരുമാറും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുട്ടിയെ എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത്. കുട്ടിയിൽ ഒബീഡിയൻസ് വരുന്നു. നമ്മൾ ആദ്യം ഒരു കുട്ടിയുടെ ചില ഒരു വയലന്റ് നേച്ചർ ഒക്കെ വരുമ്പോൾ അങ്ങനെ ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ എന്തുകൊണ്ടാണ് അത് വന്നത്, ഏതൊരു സിറ്റുവേഷനിലാണ് വന്നത്, നമ്മളുടെ ഒബ്സർവേഷനാണ് അവിടെ. പിന്നെ കുട്ടി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റിന്റെ ഏത് സ്റ്റേജിലേക്കാണ് അത് പോകുന്നത്, പിന്നെ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ റിസൾട്ട് ആ ആക്ടിവിറ്റി ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് അതോ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണോ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഒബ്സർവേഷൻസിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലാതെ കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അക്യൂസൻസ് എന്ന് പറയുന്നതാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലാതെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ദാറ്റ്സ് എ ഗുഡ് സൈൻ അല്ലെ. അതേസമയം പ്രൊട്ടസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടി ഇത്തിരി ഡിസോർഡർ ആയിട്ടിരിക്കുക, ഡീവിയേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മൾ പറയുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒബീഡിയന്റ്, കാരണം പ്രൊട്ടസ്റ്റ് ചെയ്യാതെയുള്ള ഒരു ആക്സെപ്റ്റൻസ്, അത് സമ്മതിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒബീഡിയൻസ് കുട്ടിയിൽ വരുന്നു. പിന്നെ ഓർഡർ, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുന്നു. അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെ ഒബേ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾക്കൊരു ആക്ടിവിറ്റി കൊടുത്ത് കുട്ടിയുടെ കോണ്ടാക്ട് ആ ഒരു സ്വഭാവ രീതി മാറ്റാനായിട്ട് പറ്റും. ചില കുട്ടികൾ കാണുകയും ചിലരുടെ അടുത്ത് ഭയങ്കര സബ്മിസീവ് ആയിട്ടിരുന്ന് കാര്യങ്ങൾ ചെയ്യും, ചിലരുടെ അടുത്ത് ഭയങ്കര വാശി കാണിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് നമ്മൾ പറയും നമ്മളുടെ അടുത്ത് സബ്മിസീവ് ആയിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പറയും കുട്ടികളെ അങ്ങ് വഷളാക്കി എന്നിങ്ങനെ പറയും അല്ലെ. ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ ഒരു 56 കുട്ടികൾ ഉണ്ടായിരുന്നു, മിക്സഡ് ബോയ്സ് ഗേൾസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ കളീഗ് ഒരു സലാം ഉണ്ടായിരുന്നു, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു. ഞങ്ങൾ ഒരേ ഏജാണ്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം, കുട്ടികളെ ഇങ്ങനെ വിറപ്പിക്കും ക്ലാസ്സിലും ലാബിലും ഒക്കെ. എന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് വിറപ്പിക്കായിരുന്നു. അവൻ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അവസാനം ആ ഒരു അക്കാദമിക് ഇയർ അങ്ങ് തീരുമ്പോഴേക്കും ഇവൻ കുട്ടികളുമായിട്ട് ഭയങ്കര കമ്പനി ആവുന്നത്. ഞാൻ ചോദിച്ചു അങ്ങനെ കമ്പനി ആയിട്ട് എന്താ കാര്യം? കുട്ടികൾ ഇങ്ങനെ പേടിയാ അവന്റെ ക്ലാസ്സിൽ ഇരിക്കാനും ലാബിൽ വരാനും ഒക്കെ പേടിയാ. അവരിങ്ങനെ വിറച്ച് അവരുടെ മുഖത്ത് ഇങ്ങനെ ചോര ഉണ്ടാവില്ല, അതുപോലെ വെള്ളറിയായിരിക്കും കുട്ടികൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അത്രയും ആ ഒരു അക്കാദമിക് ഇയർ മുഴുവനും കുട്ടികളെ പേടിപ്പിച്ചിട്ട് ലാസ്റ്റ് കമ്പനി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എത്രയോ നല്ല നിമിഷങ്ങൾ പോകും. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ സപ്പോർട്ടർ, ഒരു എക്സാമ്പിളർ, അങ്ങനെയൊക്കെ ആയിരിക്കണം. അങ്ങനെ ഇത് പോകില്ല. അപ്പൊ പറയോ നീ സോപ്പ് ഇട്ടിട്ട് കുട്ടികളുടെ അടുത്തിരിക്കണേന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ അടുത്ത് അങ്ങനെ ആ രീതിയാണ് എന്റെ. നമ്മൾ ദേഷ്യപ്പെട്ടൊന്നും പറയാറില്ല. എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കും, അല്ലാതെ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പൊ അവനെ ആലോചിച്ചു ശരിയാണല്ലോ. പിന്നെ ആള് വർക്ക് ചെയ്യാൻ നേരത്ത് അവന്റെ ആ രീതി മാറ്റി, കുട്ടികളോട് നല്ല സൗമ്യമായിട്ടൊക്കെ പെരുമാറാനായിട്ട് തുടങ്ങി. ഇത് ചുമ്മാ ഇടുന്ന ഒരു മാസ്ക് ആട്ടോ, ഇങ്ങനെ അങ്ങനെ ദേഷ്യമുള്ള ആളോ അങ്ങനെ രീതിയിലൊന്നും അല്ല എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. വെറുതെ ഒരു മാസ്ക് എടുത്തിടുക കുട്ടികളോട് പെരുമാറാനായിട്ട്. അങ്ങനെ ആവശ്യമില്ല. നമ്മൾ എന്താണോ നമ്മളെ എക്സ്പ്രസ് ചെയ്യണം, ആ ഒരു രീതിയിൽ വേണം. നെക്സ്റ്റ് റോൾസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പറയുന്നുണ്ട്, ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരു മാസ്കിങ് ആവശ്യമില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കുട്ടികളോട് ചേരുമ്പോഴാണ് നമ്മളായിട്ട് നമ്മൾ കുറച്ചുകൂടെ നമ്മളുടെ ഒരു ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ആവുന്നത്. അപ്പോ അത് നമ്മള് അപ്ഗ്രേഡ് ആവാൻ എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. റോൾസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഒബ്സർവർ എന്നുള്ള റോള് നമുക്കറിയാം, ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റി ഒബ്സർവർ ആണ്.
അത് കൂടാതെ വേറെയും പല റോളുകൾ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്കുണ്ട്. നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് അത് പ്രിപ്പയർ ചെയ്യണം. ആ എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പയർ ആണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. സോ ഷീസ് എ പ്രിപ്പയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി എൻവിയോൺമെന്റ്. ഓരോന്ന് പോയിന്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. പോയിന്റ് ആയിട്ടല്ല തന്നെ മാം മൊത്തത്തിലൊന്ന് പറയണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ മൊത്തത്തിൽ 5-6 പോയിന്റ് ഇപ്പൊ ഇരുന്ന് എഴുതി വെച്ച് അത് പറഞ്ഞു നോക്കട്ടെ. പറയാമോ? ശരി, എന്തോ മാം പറഞ്ഞില്ലേ റോൾ ഓഫ് മോണ്ടിസറി ടീച്ചർ ഇപ്പൊ പറയാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. വേറെ ടെസ്റ്റ് മൊത്തത്തിൽ വായിച്ചല്ലാതെ തന്നെ പോയിന്റ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ മനക്ക് രാവിലെ മോർണിംഗിലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇരുന്ന ഒരു 5-6 പോയിന്റ് വെറുതെ അങ്ങ് എഴുതി വെച്ചു. കറക്റ്റ് ആണെന്നറിയില്ല. ഞാൻ 5-6 പോയിന്റ് എഴുതി വെച്ചു. റോൾ ഓഫ് എ മോണ്ടിസറി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്. ഇതിനിടയ്ക്ക് ആരോ എന്തോ പറഞ്ഞു, ഒന്ന് പറയാമോ എന്തോ എന്തായിരുന്നു അത്? പേജ് നമ്പർ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചതായിരുന്നു. ഒന്ന് പറഞ്ഞു. 134 റോൾ ഓഫ് എ മോണ്ടിസറി ടീച്ചർ 134. ഓക്കെ ജോളി, പെട്ടെന്ന് ഒന്ന് ബ്രീഫ് ചെയ്തു. റോൾ ഓഫ് എ മോണ്ടിസറി ടീച്ചർ. ഗുഡ് ഈവനിങ് മാം. റോൾ ഓഫ് എ മോണ്ടിസറി ടീച്ചറിനെ എങ്ങനെ പറയണമെന്ന് മാം ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാനൊരു 6-7 പോയിന്റ് എഴുതി വെച്ചത്. ഫസ്റ്റ് വൺ, ടീച്ചർ ആക്ട്സ് ആസ് എ ഗൈഡ്. ടീച്ചർ ഒരു ഗൈഡാണ് കുട്ടികൾക്ക് എപ്പോഴും. അല്ലാതെ ഓർ ഫെസിലിറ്റേറ്റർ, അല്ലാതെ ഒരു ലെക്ചർ അല്ല, നോട്ട് എ ലെക്ചർ. ദെൻ ടീച്ചർ ഈസ് എ ഒബ്സർവർ. എല്ലാ കാര്യങ്ങളിലും കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുന്നു. ഈച്ച് ചിൽഡ്രനെ അവരുടെ ഇന്ററാക്ഷൻ, നീഡ്സ്, ഡെവലപ്മെന്റ് എല്ലാത്തിലും ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു. ദെൻ ടീച്ചർ പ്രിപ്പയർ ദി എൻവയോൺമെന്റ്. എല്ലാ അവരുടെ സ്റ്റഡിക്ക് വേണ്ടതായ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ടീച്ചർ വളരെ മോണ്ടിസറി ഫെസിലിറ്റേറ്ററിനെ പറ്റിയാ അവരുടെ റോളിനെ പറ്റിയാണ് പറയുന്നത്. പ്രിപ്പയർ ചെയ്യുന്നത് വളരെ കെയർ ആണ്. ദെൻ എൻകറേജ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തെ അവർ എൻകറേജ് ചെയ്യുന്നു. അതായത് മറ്റുള്ളവർ ചെയ്തു കൊടുക്കുകയല്ല, സ്വന്തമായിട്ട് സ്വയം കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുക. അതിനുവേണ്ടി അവര് വളരെ എൻകറേജ് ചെയ്യുന്നു. ദെൻ സപ്പോർട്ട് നാച്ചുറൽ ക്യൂരിയോസിറ്റി. അതായത് കുട്ടിയുടെ റെസ്പെക്ട് ഫോർ ഈച്ച് ചൈൽഡ്സ് സ്പേസ് ഓഫ് ലേണിംഗ്. ഓരോ കുട്ടിയുടെ സ്വാഭാവികമായ കാര്യങ്ങളെല്ലാം പഠന വേഗത്തെ അവർ മാനിക്കുന്നു. ദെൻ ഒരു റോൾ മോഡലാണ് ടീച്ചർ. പിന്നെ മോണ്ടിസറി ടീച്ചർ എന്ന് പറയുന്നത് ഇത്രയും നാളത്തെ മനസ്സിലാക്കിയത് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഷോസ് റെസ്പെക്ട്, പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ ത്രൂ ആക്ഷൻസ്. ബഹുമാനവും ക്ഷമയും ശാസനയും എല്ലാം കൂടെ അടങ്ങിയ ഒരു റോൾ മോഡലാണെന്ന് പറയാം അവര്. ദെൻ കണക്ടർ ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് എൻവയോൺമെന്റ്. കുട്ടിയെയും എൻവയോൺമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഒരു മെയിൻ എന്താണെന്ന് പറയാൻ പറ്റുന്നത്. അത്രയ്ക്ക് ഒരു വ്യക്തിത്വമാണ് ഒരു മോണ്ടിസറി ഫെസിലിറ്റേറ്റർ എന്ന് എനിക്ക് ഇത്രയും നാളത്തെ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് മാം പറയുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഇതെങ്ങനെ പറയണമെന്നറിയില്ല. മാമിന്റെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് for the class ma'am which was energetic and responsible. Okay ma'am. Thank you ma'am. Okay fine. So a Montessori facilitator is the most vital part of that environment. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ആ ഒരു സെക്കൻഡ് ലൈഫാണ് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അവിടുത്തെ ഒരു വൈറ്റൽ പാർട്ട്, ഏറ്റവും വേണ്ടുന്ന ഒരാള്. നമ്മളുടെ റോള് പലപ്പോഴും ഒബ്സർവേഷൻ ആണ്. കുട്ടികൾ അറിയുന്നില്ല അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആ ഒരു ഒബ്സർവേഷൻ എന്നതിനപ്പുറം വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യണം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഭയങ്കര മേക്കപ്പ് ഇട്ടൊക്കെ ചെല്ലുന്നില്ല. നമ്മള് വളരെ സിമ്പിൾ ഡ്രസ്സിലാണെങ്കിലും ഏതൊരു നമുക്ക് ചേരുന്ന വേഷങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യണം. നല്ല ടൈറ്റി ക്ലീൻ, നമ്മളൊരു ഷാബി ആയിട്ട് പോകരുത്. നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകണം. അതെല്ലാം അവർക്കൊരു മെസ്സേജാണ്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ഫോളോ അസ്. അവര് നമ്മളെ ഫോളോ ചെയ്യും. ടീച്ചർ ഇങ്ങനെ വന്നു, സോ എനിക്ക് ഇങ്ങനെ പോകണം. ലൈക്ക് വീട്ടിൽ വന്ന കുട്ടികൾ പലപ്പോഴും പറയുന്നതല്ലേ, ടീച്ചർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, സോ ഞാൻ ഇങ്ങനെ ചെയ്യും. അങ്ങനെ ലൈക്ക് ടീച്ചേഴ്സിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. കാരണം അവരുമായിട്ട് അത്രയും ജോലി പറഞ്ഞ പോലെ കണക്ട് ചെയ്യുന്നു ടീച്ചേഴ്സ്. പലതും പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ടറാണ്, കമ്മ്യൂണിക്കേറ്ററാണ്,
ഒരു റോൾ മോഡലാണ്, കുട്ടികളുടെ ഒരു ഫ്രണ്ടാണ്, അവരൊരു മെന്ററാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് ഇതൊന്നും ശരിക്കും എന്താണെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുന്തോറുമാണ് ആ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് സംടൈംസ് ചേഞ്ച് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര വലുതായാലും നമ്മളെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടീച്ചർ ആകാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പല റിയൽ സ്റ്റോറീസും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ലൈക്ക് ഒരു ടീച്ചർ എങ്ങനെ ആകാം, എങ്ങനെ ആകാൻ പാടില്ല. അതായത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുണ്ടാകും എങ്ങനെ ആവണമെന്നും എങ്ങനെ ആകരുതെന്നും ഇൻഫ്ലുവൻസ് ചെയ്തവരുണ്ടാവും. ഞാൻ ടീച്ചറായാൽ ഞാൻ ഇതുപോലെ ആവില്ല, ഞാൻ ടീച്ചറായാൽ ഞാൻ ഇതുപോലൊരു ടീച്ചറാകും. അങ്ങനെ ആരെങ്കിലും ഒക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് അങ്ങനെ എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. ഞാന് 1ാം ക്ലാസ്, അന്ന് LKG UKG ഒക്കെ ഉണ്ട്. അപ്പൊ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ എനിക്ക് അന്ന് ഇച്ചിരി ലോങ് ഹെയർ ഉണ്ട്. അപ്പോ ഒരു കുട്ടി, ഒരു ആൺകുട്ടി എപ്പോഴും എന്റെ ഈ മുടി ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും. അന്ന് നമ്മുടെ ചെയർ തൊട്ടടുത്തടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ ഈ ചെയർ ഇങ്ങനെ മുടി ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ കൊച്ചിനോട് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് ബുദ്ധിമുട്ടാവുന്നത് നീ ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടി ഇത് കേട്ടില്ല. ഞാൻ മാമിനോട് പരാതി പറഞ്ഞു. പക്ഷെ മാം എന്നെ വഴക്ക് പറഞ്ഞു, അവനെ സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ട് എനിക്ക് ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. ആ മിസ്സിനെ ശൈലജ മിസ്സാണ്. ഇപ്പോഴും ഞാൻ ആ മിസ്സിനെ കണ്ടാൽ മിണ്ടില്ല. എനിക്ക് ആ മിസ്സിനെ ഇഷ്ടമല്ല. മുഖം കാണുമ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞിട്ട് പോകും. എന്നെ സിനുവിന് വിളിച്ചാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് പലതവണ ഞാൻ ഈ മിസ്സിനോട് ഞാൻ ഈ കൊച്ചിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്ന് മാറ്റിയിരുത്താൻ പോലും പറഞ്ഞിട്ട് മിസ് കേട്ടില്ല. അങ്ങനെ എന്റെ പാരന്റ്സ് വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് മതിലയാടി പോവാൻ നോക്കി വീട്ടിലോട്ട്. എല്ലാ ദിവസവും എന്നെ കൊണ്ടുവന്നാക്കും. ഫസ്റ്റത്തെ പീരീഡ് ഈ മിസ്സിന്റെ പീരീഡ് ഞാൻ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് മതിലയാടി പോവാൻ ചെറിയൊരു ഇടവുണ്ടായി. ഇടവ് കൂടെ ഒക്കെ കടന്നു പോകും ബാഗൊക്കെ അവിടെ വെച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം എന്നിട്ട് ഞാനെന്താ ഈ ബാഗ് ഒരു ദിവസം ബാഗ് ചുമന്നിട്ട് പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് മറ്റേ അംഗനവാടിയാണ്. ഈ അംഗനവാടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. ഉമ്മ പറഞ്ഞു, നീ വൈകുന്നേരം ആവാതെ ഇനി പെരക്കാത്ത കയറണ്ടെന്ന് പറഞ്ഞു. വെയിൽ കൊണ്ട് ഇങ്ങനെ. പക്ഷെ ഉമ്മാക്ക് അറിയില്ല അവിടെ ഞാൻ അനുഭവിക്കുന്ന ഞാൻ മാനസികമായിട്ടൊരു ട്രോമ എന്ന് നമ്മൾ പറയണം. കാരണം അത്രയും ഞാൻ പറഞ്ഞു അവരോട്. പക്ഷെ ഉമ്മായോ എന്നെ വഴക്ക് പറയാണ്. അങ്ങനെ ഞാൻ ആ വെയിൽ കൊണ്ട് അവിടെ നിന്നു. 3:30 സ്കൂളിൽ ബെല്ലടിക്കുന്ന സമയത്ത് എന്നെ ഉമ്മ വീട്ടിൽ കയറ്റും. അങ്ങനെ എന്റെ ഉമ്മയുടെ ഉമ്മ പറഞ്ഞു, മോനെ ഈ പിള്ളേരെ എന്തോ കൊച്ചിന് എന്തോ പ്രശ്നമുണ്ട്, നീ അവിടെ പോയിട്ട് ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഉമ്മ അവിടെ പോകുമ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല, മിസ്സുമാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതാണ് എന്റെ പ്രശ്നം എന്നുള്ളത് പലതവണ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഉമ്മ എന്നെ വലിച്ചു പിടിച്ച് കൈ വിളിച്ച് കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് മിസ്സിന്റെ അടുത്ത് പറഞ്ഞു, കൊച്ചിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മിസ് പറഞ്ഞു, ആ ഓക്കെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. എന്റെ ഉമ്മ വീട്ടിലെത്തിനേക്കായി മുമ്പ് ഞാൻ ഈ ബാഗ് ചുമന്ന് വീട്ടിലെത്തി. അപ്പൊ അതിന് ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ഉമ്മക്ക് ഈ കൊച്ചു വീട്ടില്. അപ്പൊ ഉമ്മ പറഞ്ഞു, നീ എങ്ങനെ വന്നു? ഞാൻ ആ സ്കൂളിൽ പോവില്ല, ആ മിസ്സിന് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. എന്നിട്ട് ഉമ്മ എന്താന്ന് വെച്ചാൽ അന്ന് ഫോണ് വിളിച്ചിട്ട് നേരെ സ്കൂളിലോട്ട് വിളിച്ചു. എന്റെ കുട്ടി അവിടെ സേഫ് ആണോ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ സാർ പറഞ്ഞു, ആ ആള് സേഫാണ്, ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നത്, എവിടെ കുട്ടി വീട്ടിലുണ്ട്. ഇവിടെ അപ്പൊ മിസ്സിമ്മയ്ക്ക് മനസ്സിലായി ഈ സ്കൂളുകാരുടെ നിന്ന് വന്നതാണ് എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നം എന്ന്. അപ്പൊ തന്നെ ഉമ്മി പറഞ്ഞു, കുട്ടി എന്റെ അടുത്ത് സേഫ് ആയിട്ടുണ്ട്, അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഞാൻ കുട്ടിയുടെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഹലോ സാറേന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കുട്ടി ഇവിടെ സേഫ് ആയിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ ഇനി കുട്ടീനെ ഞാൻ അങ്ങോട്ട് വിടുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഒരുവിധമൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ മാക്സിമം അവരൊന്ന് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കൊച്ചിന് ഇപ്പോൾ എനിക്ക് ഷെർഫു എന്നങ്ങാണ്ടാണ് ചെറുക്കന്റെ പേര്, കണ്ണന്തര തന്നെയാണ് വീട്. ഞാൻ അവനോട് മിണ്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ എന്റെ മനസ്സിൽ ഞാൻ അത്ര വെറുത്ത് പോയ ഒരു മിസ് ആ ചെറുക്കൻ ഞാൻ ഇന്നും കണ്ടാൻ മിണ്ടില്ല രണ്ടുപേര്. അത് മിസ് ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു ഞാൻ എന്റെ ഷെയർ ചെയ്യുന്നുള്ളൂട്ടാണ്. രസ്നെ വൈവ ചെയ്തപ്പോ രസ്നെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രസ്നെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 ടീച്ചേഴ്സ്. ഒന്നൊരു ടീച്ചർ എങ്ങനെ ആകരുതെന്നും ഒരു ടീച്ചർ അങ്ങനെ ആകരുതെന്നുള്ളതും അതിനെ ഫോളോ ചെയ്യരുതെന്നുള്ളതും, പിന്നെ ഒരു ടീച്ചർ എങ്ങനെ ആകണം എന്നുള്ള രീതിയിലും അങ്ങനെ രസ്ന ഷെയർ ചെയ്തിരുന്നു. അത് ഞാനിപ്പോ രസ്ന അത് പറഞ്ഞിട്ടുണ്ട് മെസ്സേജില്. അപ്പൊ സിനു കൊള്ളാം. ഇത് ഏത് ക്ലാസ്സിലായിരുന്നു? ഞാൻ 1ല്. ആ വർഷം തന്നെ എന്നെ അവിടുന്ന് മാറ്റി. പിന്നെ ഞാൻ നേരെ വിദ്യാസയൻസ് സ്കൂളിലായി. അപ്പൊ എനിക്ക് സന്തോഷമായി. എനിക്ക് ഇപ്പോഴും ആ സ്കൂളിൽ പോകുന്നതോ
എനിക്ക് ഇഷ്ടമല്ല. അത് എന്താണെന്ന് അറിയില്ല, എനിക്ക് മാനസികമായിട്ട് ആ സ്കൂളോ അല്ലെങ്കിൽ ആ മിസ് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ആ മിസ്സിനെയും എനിക്ക് ഇഷ്ടമല്ല. അത് മിസ്സിനും അറിയാം. ഞാൻ കണ്ടാ പോലും അവിടെ ആനിവേഴ്സറിക്കൊക്കെ ഞാൻ പോക്കുണ്ട്, പക്ഷെ മിസ്സിനെ കണ്ടാ പോലും ഞാൻ മിണ്ടില്ല. അത് എനിക്ക് ഇഷ്ടമല്ല, എന്താണെന്ന് അറിയില്ല. അത് ഈ ഒരു നിസ്സാര കാര്യമാണ്. ഈ വാട്ടി ഞാൻ ആ വാശിക്ക് മുടി വെട്ടി, ആ വാശിക്ക് മുടി ചെവിയുടെ താഴെ വെച്ച് മുടി വെട്ടി ഞാൻ. ഓക്കെ, കൊള്ളാം. എനിവേ ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ദേ ആർ. നമ്മുടെ മുന്നിൽ വരുന്നവർ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരങ്ങ് ഇട്ടേക്ക്, അത്രേ ഉള്ളൂ. പാവം മിസ്സെന്ന് സുമയ പറയാ. ഓക്കെ, സോ അപ്പം എങ്ങനെ ആയിരിക്കണം ഇതൊന്നും പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളിൽ തന്നെ വരും. നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതെല്ലാമായി മാറുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഇതുണ്ട്. കാരണം അത് ആ ഒരു കമ്പാഷൻ, ആ ഒരു അഫെക്ഷൻ കുഞ്ഞുങ്ങളോട് മാത്രമല്ല എല്ലാരോടും കാണിക്കാനുള്ളത് നമ്മളുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ പോയിന്റ് എഴുതി നമ്മൾ ഇതിനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് വിൽ കം ഓട്ടോമാറ്റിക്കലി, അത് വരും. അപ്പൊ ഒരു മോസ്റ്റ് വൈറ്റൽ പാർട്ടാണ് അട്രാക്റ്റീവ്, ക്ലീൻ, അങ്ങനെ ബ്യൂട്ടി എന്നൊക്കെ പറയണത്. ശരിക്കും ആ ഒരു എന്താ പറയാ, നമ്മള് മേക്കപ്പ് ചെയ്ത് അങ്ങനെ ഭംഗിയാകുക എന്നല്ല, നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മള് സെൽഫായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു നമ്മുടെ ഒരു ലുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ എങ്ങനെയായിരിക്കണം ഓരോ ഏജിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് ഉണ്ടാകുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു നമ്മളുടെ സ്പിരിറ്റിനെ, നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യണം നമ്മൾ പറയുമല്ലോ. അപ്പൊ അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന് അതും ഒരു 3 എലമെന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ആ 3 എലമെന്റ്സ് മെയിൻലി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ദാറ്റ് ഇസ് അപ് ടു അസ്. നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മളെങ്ങനെ നമ്മളുടെ കാര്യങ്ങളെ നോക്കി കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ നമ്പർ ഇട്ടപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 1, 2, 3 എന്നും പറഞ്ഞിട്ടാണ് വരേണ്ടത്. ഇത് 2 ആണ്. നെക്സ്റ്റ് ഫെയ്ത്ത് എന്നുള്ളത് 3 വരും. പിന്നെ അടുത്തത് 3 എന്ന് കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് ഗേറ്റ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. അത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. 1, 2, 3 എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി, പിന്നെ ഓരോ കുട്ടികളെയും അവരായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഫെയ്ത്ത്. ആ 3 പോയിന്റ്സ് ആണ് നമ്മൾ അത് പ്യൂരിഫൈഡ് ആക്കാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന 3 എലമെന്റ്സ്. ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി, അല്ലെ, നമ്മളൊരു ഹംബിൾനെസ്, ഹ്യൂമിലിറ്റി, അത് എപ്പോഴും നമ്മളുടെ ഒരു ആക്ടിൽ നമ്മൾ കാണിക്കുന്നതിൽ ഷൗട്ട് ചെയ്യുന്ന കുട്ടികളോട് ഒരുമാതിരി ബിഹേവ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട്. കുട്ടിയും ടീച്ചറുമായിട്ടൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം, ക്ലാസ് റൂമിലും എവിടെയാണെങ്കിലും. അപ്പൊ ടീച്ചർ അങ്ങനെ ഒരു ഹംബിൾനെസ് കാണിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളും ഫോളോ ചെയ്യും. അപ്പൊ നമുക്കറിയാം നമ്മുടെ മുന്നിലിടുന്ന കുഞ്ഞുങ്ങളുടെ സ്ട്രോങ് പേഴ്സണാലിറ്റി മൗൾഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോ അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ നമ്മൾ എപ്പോഴും ഇത് ഓർത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ നമ്മൾ പിന്നെ ഒബ്സർവ് ചെയ്യുക, നമ്മൾ എന്തെല്ലാം ചെയ്യണം, നമ്മളുടെ ലിമിറ്റ്സ്. കുട്ടിയെ ലീവ് ചെയ്തിട്ട് കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കും. നമ്മൾ പാസീവ് ആകണം എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ ചിലപ്പോ കുട്ടികളെ നമ്മളെ ഒരു പക്ഷെ മൈൻഡ് ചെയ്യാതിരുന്ന അവർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യും. കാരണം അവരത്രേ ആയിട്ടുള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് ഫീൽ ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പാസീവായിട്ട് മാറിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹ്യൂമാനിറ്റി, ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി, നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ എങ്ങനെയാണോ അതുപോലെ നമ്മളുടെ ആക്ട്, ഹംബിൾനെസ്, വളരെ കൈൻഡ് ആയിട്ടുള്ള ആക്ട് ആയിരിക്കണം നമ്മളിൽ നിന്നും വരേണ്ടത്. ഇനി കുട്ടികളെ ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണുക. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഓരോ കുട്ടിയെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു കുട്ടിയെ എല്ലാവരെയും ഒരുപോലെയല്ല, മീൻസ് ഈക്വൽ ആയിട്ട് കാണണം. പക്ഷെ ഒരാളുടെ ചെയ്യുന്ന പോലെ ആയിരിക്കരുത് മറ്റൊരാളുടെ. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും നമ്മളുടെ മുന്നിൽ തുല്യരാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നല്ല. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അഫെക്ഷൻ കൂടുതൽ വേണ്ടി വരും. ഈവൻ നമ്മുടെ വീട്ടിലെ മക്കളാണെങ്കിലും, അല്ലെ. അപ്പം ചില കുട്ടികൾ ചിലപ്പോൾ ഹെൽത്ത് വൈസ് വീക്ക് ആയിരിക്കും. അമ്മ ഒരു പക്ഷെ ആ കുഞ്ഞിനെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കും. കാരണം പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു. ഒരു കുട്ടിക്ക് ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കും, അല്ലെ. അപ്പൊ എപ്പോഴും അസുഖങ്ങൾ വരുന്ന കുട്ടിയോടൊരു ശ്രദ്ധയുണ്ടാവും. അതിന്റെ അർത്ഥം ഒരാളോട് ഇഷ്ടം കൂടുതൽ, ഒരാളോട് ഇഷ്ടം കുറവെന്നുള്ളതല്ല. രണ്ടുപേരോടും കാണിക്കുന്ന സ്നേഹം, കരുതൽ എല്ലാം ഒരേപോലെ തന്നെ. പക്ഷെ ചില കാര്യങ്ങളിൽ അതുകൊണ്ടാണ് ഓരോരുത്തരെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത്.
ഓരോ കുട്ടിക്കും ഓരോ പൊട്ടൻഷ്യൽ ആയിരിക്കും, ഓരോരുത്തരുടെയും പേസ് ഡിഫറെന്റ് ആയിരിക്കും, ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് പലരും എടുക്കുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നോക്കി വേണം നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്ന നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ബുദ്ധിവികാസത്തിനും മാനസിക വളർച്ചയ്ക്കും എല്ലാം വേണ്ടുന്ന നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്. ഓരോ കുട്ടിയും സ്നേഹിക്കണം, ഓരോ കുട്ടിയുടെയും റൈറ്റ്സ് ആണത്, സ്നേഹിക്കപ്പെടാനുള്ള ആ ഒരു റൈറ്റ്സ് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. മാം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് ചെറിയൊരു എക്സാമ്പിൾ പോലെ പറയാണ് കേട്ടോ. ഈ ഒരു ചിൽഡ്രൻ ഒരേപോലെ കാണണമെന്ന് പറഞ്ഞില്ല, ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത്. KG ഇതേപോലെ, അതായത് ബിഗിനർ ലെവലില് ജോയിൻ ചെയ്ത കുട്ടികൾ അവിടെ ഇന്റേൺഷിപ്പിന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നിന്നിരുന്നു ഞാൻ അവിടെ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതേപോലെ 2.5-3 വയസ്സ് കയറിയ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. പല പല ടൈപ്പ് പിള്ളേരായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഓക്കെ ആയി, ഫസ്റ്റിലെ ഓക്കെ ആയി. 2 കുട്ടികൾ ഭയങ്കര കരച്ചിലാണ്, കുറച്ച് കൂടുതൽ എന്റെ മോന്റെ കൂടെ. അപ്പൊ അവൻ അന്ന് പോകാഞ്ഞ ദിവസമാണ് ഞാൻ അവിടെ പാട്ട് പാടാൻ കയറിയത്. ചുമ്മാ കുട്ടികൾ ഫ്രീ ആയിട്ടിരുന്നപ്പം അവിടെ മോണ്ടിസോറി ചെയ്യുന്നോണ്ട് കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ ഈ കുട്ടിയെ അവർക്ക് ഇങ്ങനെ കരച്ചിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് മാം പറഞ്ഞ ഒരു കെയർ കൊടുക്കണം വീട്ടിൽ. അപ്പൊ അതിന് തോളിലും തോളിൽ കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ തോളിലും കിടത്തി, വേറൊരാളുണ്ട് കൈ പിടിച്ച് നിൽക്കണം, കയ്യിലും പിടിക്കണം. അങ്ങനെ അയാളെ കയ്യിലും പിടിച്ചു. പക്ഷെ ബാക്കി എല്ലാരും പാട്ട് കേട്ട് നോയിക്കൊണ്ടിരുന്നു. നല്ലൊരു ഇതായിരുന്നു. നമുക്കൊരു എല്ലാവരെല്ലാം കാമായിട്ട്, തോളിൽ കിടന്ന ആൾ ഉറങ്ങി, ഐഷു എന്ന പേര്, അവള് ഉറങ്ങി. കയ്യിൽ നിൽക്കുന്ന ആള് കയ്യിൽ തന്നെ പിടിച്ചോണ്ട് നിന്നു. അവർക്ക് ആ ഒരു കംഫർട്ട് കിട്ടും. നമ്മളോട് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് അവര് ക്ലാസ്സിൽ നിന്നു. മാം എനിക്ക് അത് ഓർമ്മ വന്നു ഇത് പറഞ്ഞപ്പോ. വെരി ഗുഡ്. നെക്സ്റ്റ് ഫെയ്ത്ത്. നമുക്കൊരു വിശ്വാസം കുട്ടികളിൽ, അവരത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കുട്ടികളെ കൊണ്ട് കഴിയും. എന്നാൽ മാത്രമാണ് ആ ഒരു ഫെയ്ത്ത് നമുക്ക് അവരിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് കൂടുതൽ അവരെ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ, അവരെ റിവീൽ ചെയ്യുള്ളൂ, അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുള്ളൂ. അതേസമയം നീ ചെയ്താൽ ശരിയാകില്ല, ഈവൻ നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും നീ ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ട് നീ ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ റിവീൽ ആവില്ല, അവരുടെ പൊട്ടൻഷ്യൽ ഒന്നും പുറത്തേക്ക് വരില്ല, അതങ്ങ് സ്റ്റണ്ടായി പോകും, അതങ്ങ് ഉള്ളതുപോലും ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ കുട്ടി വളർച്ച മുരടിച്ചു പോകുന്നൊക്കെ പറയണ പോലെ ആ ഒരു രീതിയിലായി പോകും. അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ, അവരോടൊരു ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ, പിന്നെ ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മൾ അതിനനുസരിച്ച് കൺസേൺ കൊടുക്കണം, പിന്നെ ഫെയ്ത്ത്, അവരിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. പലപ്പോഴും ടീച്ചേഴ്സിന്റെ ആ ഒരു കുട്ടികളിലുള്ള വിശ്വാസമാണ് പല കുട്ടികളും മുന്നോട്ട് പോകാനുള്ളത്. ഇപ്പൊ ചെറിയ ക്ലാസ്സിലാവണമെന്നില്ല, വലിയ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ അവരിലൊരു ഫെയ്ത്ത് വെക്കുവാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, നല്ലൊരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടുന്ന ഗൈഡൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ആ ഒരു ഒബ്സർവേഷൻ അത് 3 അല്ല കേട്ടോ, ശരിക്കും ഫെയ്ത്ത് ആണ് 3. ഇതൊരു ജസ്റ്റ് അടുത്ത ടോപ്പിക് ആണ് ഗൈഡൻസ്, സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. 3 എലമെന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ഹ്യൂമാനിറ്റി, അതിൽ വരുന്ന ഹ്യൂമിലിറ്റി, ഇൻഡിവിജ്വൽസിന് നമ്മൾ കൺസേൺ കൊടുക്കേണ്ടത്, നെക്സ്റ്റ് അവരിലുള്ള വിശ്വാസം, ഫെയ്ത്ത്. ഇനി സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ അത് എങ്ങനെയാണെന്നുള്ളത്, ഇത് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ കുട്ടിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി എങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നു, ഏത് ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്, അത് ആ ഒരു വീക്കിൽ അവൻ എത്രാമത്തെ പ്രാവശ്യമാണ്, ഫസ്റ്റ് ടൈം ആണോ, പിന്നെ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്തു, എത്രാമത്തെ ടൈംസ് ചെയ്തപ്പോഴാണ് അത് കറക്റ്റ് ആയത്, ഫസ്റ്റ് ടൈം തന്നെ കറക്റ്റ് ആയിരുന്നു, അങ്ങനെ അവൻ തന്നെ എങ്ങനെ എറർ കണ്ടുപിടിച്ചു, ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അവിടെ ജനറൽ ആയിട്ട് പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. എത്ര നേരം ആ വർക്ക് കണ്ടിന്യൂ ചെയ്തു, പിന്നെ അതിനെടുത്ത ടൈം. ഇപ്പം ഫസ്റ്റ് ടൈം ചെയ്തപ്പോ ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ടാകാം, പിന്നെ അവൻ ടൈം കുറഞ്ഞു കാണാം, ചിലപ്പോൾ ടൈം കൂടിയിട്ടുണ്ടാകാം, അങ്ങനെ ഓരോരോ കേസ്. പിന്നെ റീഹൈഡ്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം എക്സർസൈസ് തന്നെ വീണ്ടും വീണ്ടും പെർഫോം ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവന്റെ തന്നെ ആ ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ടാസ്കിലേക്ക് ഹിസ് ഓൺ ട്രേറ്റ്, ഇൻഡിവിജ്വൽ ട്രേറ്റ് അവൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ടു വാട്ട് ടാസ്ക്, ആ സെയിം ഡേയില് എന്തെല്ലാം ടാസ്കുകൾ അവൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം പവറോട് കൂടി, എൻഡുറൻസോട് കൂടി, എത്രത്തോളം സ്റ്റാമിനയോട് കൂടി ചെയ്യുന്നുണ്ട്, അവൻ ക്ഷീണിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് വരുന്നത്.
പിന്നെ പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ഡേയ്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ എന്തെങ്കിലും ട്രിഗർ വരുന്നുണ്ടോ, എന്തെങ്കിലും ഇമ്പൾസീവ്നെസ് എന്തെങ്കിലും രീതിയിൽ അങ്ങനെ വരുന്നുണ്ടോ, എത്ര പ്രാവശ്യം ആ ഒരു ദിവസം അത് റിപ്പീറ്റ് ചെയ്തു, ആ ഒരു വീക്കിൽ റിപ്പീറ്റ് ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും ട്രിഗർ വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവന്റെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോഗ്രസ് അതെങ്ങനെ, ലൈക്ക് ചിലപ്പം ചെയ്തു കഴിയുമ്പം അവന്റെ ആക്ഷൻസ്, അവന്റെ എക്സ്പ്രഷൻ, ആ ഒരു അവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ചില പിക്ചറൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഫസ്റ്റ് ടൈം ആകുമ്പോഴേക്കും അവൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആകും, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടുണ്ടാകാം, അങ്ങനെ പലതും. ഇതാണ് ശരിക്കും ഒബ്സർവ് ചെയ്യുന്നത് ഒരു ടാസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് ഒക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും, പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ആ ഒരു ഫേഷ്യൽ നോൺ വെർബൽ ക്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് അവർ ആ സമയത്ത് ഫീൽ ചെയ്യുന്നതെന്ന്. പിന്നെ ഈ പലതവണ ഓരോ വർക്ക് ചെയ്യുമ്പോഴേക്കും ഓരോ ടാസ്ക്, ഏത് ടാസ്ക് ആണ് അവൻ ചൂസ് ചെയ്യുന്നത്, ഏത് സീക്വൻസിലാണ് ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ മോർണിംഗ് വന്നിട്ട് മാത്തമാറ്റിക്കൽ ഏരിയയിലായിരിക്കാം ചെയ്യുന്നത്, ആഫ്റ്റർനൂൺ അവൻ ചിലപ്പോൾ സെൻസോറിയൽ ഏരിയയിൽ ഒരെണ്ണം ചെയ്യും. അത് ക്ലാസ് എൻഡ് ചെയ്യുന്ന സമയത്ത് സെൻസോറിയൽ ഏരിയയിലെ ആക്ടിവിറ്റിയാണ് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് വരുമ്പോൾ അവന്റെ ഉള്ളിൽ മുഴുവൻ ചിലപ്പോൾ സെൻസോറിയലിന്റെ ഇമേജ് ആണെങ്കിൽ അവൻ പോയി ചൂസ് ചെയ്യുന്ന ചിലപ്പോൾ സെൻസോറിയൽ തന്നെയായിരിക്കാം. അങ്ങനെ പിറ്റേ ദിവസം അവൻ അത് ഉള്ളിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്, നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ അതും നമ്മൾ ഒബ്സർവ് ചെയ്യണം. പിന്നെ ഒരു ബ്രേക്ക്, സാറ്റർഡേ സൺഡേ അവധിയായിട്ട് മൺഡേ വരുമ്പോൾ കുട്ടികളുടെ ഉള്ളിലുണ്ടാവും ഞാൻ ആദ്യം വന്നിട്ട് ഇത് എടുക്കണം, ആ ഒരു രീതിയിലുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഇന്ററപ്ഷൻ അവർക്ക് വരുവാണെങ്കിൽ, ഇപ്പൊ നമ്മളായിട്ട് തന്നെ ഇന്ററപ്റ്റ് ചെയ്യണതാവണമെന്നില്ല, പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ട് അത് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് സ്റ്റോപ്പ് ആകുന്നു, അങ്ങനെയായിട്ട് പിന്നെ അങ്ങനെ അത് അവന്റെ അറ്റൻഷൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയി അവൻ അത് ചെയ്യാതിരിക്കുന്നുണ്ടോ. ചില കുട്ടികൾ ജസ്റ്റ് സ്റ്റോപ്പായി വീണ്ടും ബാക്ക് ടു വർക്ക് അങ്ങനെ ചെയ്യണവരുണ്ടാകും. അതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ ടീച്ചർ ഒരു ജോളി പറഞ്ഞ പോലെ ഒരു കണക്ടറാണ്, ലിങ്കാണ്, ആ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നു. അടച്ചുപൂട്ടി ഇട്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ആ ഡെവലപ്മെന്റ് വരില്ല. അപ്പൊ ആ ഒരു കണക്ടറാണ്, എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, കുട്ടിയെ എൻവയോൺമെന്റ് യൂസ് ചെയ്ത് അവനെ തന്നെ ബിൽഡ് ചെയ്യുന്നു. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമ്മൾ പലതവണ ഇതെല്ലാം പറഞ്ഞു പോയതായിരുന്നു. ഓക്കെ, ഇനി ഡെവലപ്പിംഗ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൽ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോഴേക്കും അവൻ അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് അവൻ അത് കറക്റ്റ് മനസ്സിലായിട്ടില്ല, ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രഡീഷണൽ ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ആക്ടിവിറ്റീസ് ആദ്യം ചെയ്യണം. അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുവോ, പാട്ട് പാടി കൊടുക്കുവോ, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ തമന്ന ക്ലാസ്സിലേക്ക് പോയി പാട്ട് പാടാനായിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികളുമായിട്ടൊരു കണക്ഷൻ വന്നു, ഒരു റാപ്പോ ബിൽഡ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ ഫോളോ ചെയ്തോളൂ. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യണം, ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ ബാച്ചിനും ഓറിയന്റേഷൻ സെഷൻ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 1 hour 1.5 hours വരുന്നുണ്ട്. അപ്പൊ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യുക. പലരും ആ ഒരു സെഷനിൽ വരുമ്പോഴായിരിക്കും ഫൈനലൈസ് ചെയ്യുന്നത്, ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഫൈനലൈസ് ചെയ്യുന്നത് പലപ്പോഴും ആ ഒരു സെഷനിലായിരിക്കും. അപ്പൊ നമ്മൾക്ക് ആ ഒരു സെഷൻ അത്രയും ഭംഗിയായിട്ട് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമ്മളിപ്പോ ഒരു പ്രോജക്ട് പ്രസന്റേഷൻ, പല ജോബുകളിലും ആളുകൾ പ്രോജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ എന്താ, അത്ര ആളുകളെ അങ്ങോട്ട് ഇംപ്രസ് ആക്കണം. നമ്മൾ ഫോൾസ് ആയിട്ടോ ഫേക്ക് ആയിട്ടോ എല്ലാ കാര്യങ്ങളും പറയുന്നത്, എല്ലാം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്നുണ്ട്. പ്ലസ് മൈനസ് നമ്മൾ ഇതെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരിക്കലും ആരും ഒരു ഓറിയന്റേഷനും പറഞ്ഞിട്ടുണ്ടാവില്ല ഈസി ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും, ഈസി ആയിട്ട് മാർക്ക് ലിസ്റ്റ് കിട്ടുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഒരിക്കലും ഒരു ഓറിയന്റേഷനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മള് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഇങ്ങനെ പഠിക്കണം. അപ്പൊ അതൊരു ഇൻട്രസ്റ്റ് ആണ്, പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരിക. ഇത് ഒരു പറഞ്ഞ പലരും ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എനിക്ക് ജോലിക്ക് പോകണം, അതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ ഇത് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വേറെ എന്റെ പേഴ്സണൽ ലൈഫിൽ പല ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റി. അങ്ങനെ പറയും, നമുക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യാം, കാശ് വാങ്ങി സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. അതും അങ്ങനെയും പലയിടത്തും കേട്ടിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ പോളിടെക്നിക്കിൽ പഠിപ്പിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു മോനായിരുന്നു. അപ്പൊ ഇവൻ ആകെ ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഡിപ്ലോമ ഹോൾഡറാ, പോളിടെക്നിക് ആണല്ലോ.
ബാംഗ്ലൂർ നല്ലൊരു കമ്പനിയിൽ ഇവന് വർക്ക് ചെയ്തു, ഇന്റലില് നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യാണ്. പക്ഷെ ഇവന് US പോകാൻ പറ്റില്ല. കാരണം ഇവന് ബിടെക് ഇല്ല. അത് ഇവൻ എന്നോട് പറയുവാണ്, ഞാൻ കാശ് കൊടുത്ത് ബിടെക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ക്യാഷായി, നല്ല റിച്ച് ആയി. കാരണം അത്രയും നല്ല പോസ്റ്റിലാണ്. അവന് മലേഷ്യ വരെ പോവാം, പക്ഷെ US അവന് എൻട്രി കിട്ടില്ല, കാരണം അവന് ബിടെക് ഇല്ലാത്തതുകൊണ്ട്. ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വിചാരിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ എന്റെ പിള്ളേരെ ഒന്നും ഞാൻ അങ്ങനെ മിസ്ലീഡ് ചെയ്യില്ല. അത് നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ നീ അച്ചീവ് ചെയ്യുന്ന ഒരു അച്ചീവ്മെന്റേ ആയിരിക്കില്ല. ലൈഫ് ലോങ് നിന്നെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. US പോകാൻ വേണ്ടി നീ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിന്നത് ഹോണ്ട് ചെയ്യും. പിന്നെ ഒരു കാരണത്തും എന്റെ അടുത്ത ഒരു ഗൈഡൻസിന് വരികയും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ ഒരു വാച്ച് വാങ്ങിച്ചാൽ, ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത്, ഇത് കൊള്ളാമോ മിസ്, ഇതെനിക്ക് ചേരും. അതിനൊക്കെ ഞാൻ ആ സമയത്ത് മറുപടി പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള പേഴ്സണൽ കാര്യത്തിന് പോലും എന്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കാരണം ആ ജീവിതകാലം മുഴുവൻ ആ ഒരു ഫേക്ക് ഇതിലാണ്. എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ അവനെ ഡിബാർ ചെയ്യാനും അത് തന്നെ മതി, എല്ലാ ജോബുകളിൽ നിന്നും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്ത് നമ്മളും പോവാം, പലപ്പോഴും എപ്പോഴെങ്കിലും മിസ്ലീഡ് ചെയ്ത് പോവാം. എപ്പോഴും ജയദേവ് സാർ പറയുന്നതാ, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ക്വാളിറ്റിയോട് കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാ. അല്ലാതെ സാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് കാശ് വാങ്ങി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സർവീസ് ഓൾസോ അല്ലേ. അങ്ങനെ നമ്മൾ മാറുക, നമ്മളും മാറുന്നു, ഞങ്ങളുടെ ഓഫീസിലെ അറ്റ്മോസ്ഫിയർ മാറുന്നു, ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്സിലും മാറ്റം വരുന്നു, വ്യത്യാസങ്ങൾ വരുന്നു, വീടുകളിലെ വ്യത്യാസം വരുന്നു, നിങ്ങളുടെ വീട്ടിലെ വ്യത്യാസം വരുന്നു. അങ്ങനെ എത്രയോ വീടുകൾ ഇതൊക്കെ സൊസൈറ്റിയിലാണ് വരുന്നത്. അപ്പൊ അതാണ് ശരിക്കും അറിയാം മോണ്ടിസോറിയുടെ എയിം അതായിരുന്നു. അതിലേക്ക് തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതാണ് ഡെവലപ്പിംഗ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഞാൻ സിനിയെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ, പക്ഷെ സിനി ഫോൺ എടുത്തില്ലായിരുന്നു. മേ ബി അത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഓർത്തപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒന്ന് പറയൂ, ഞാനൊന്ന് അന്വേഷിച്ചു എന്നുള്ളത് കേട്ടോ. ഞാൻ മാം ചോദിച്ചപ്പോ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോ ഇത് തന്നെയാ പറഞ്ഞത്, ഇല്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല മാം. ഇന്ന് നോക്കിയപ്പോഴും ചേച്ചിയുടെ ഫോട്ടോ തന്നെയാ സ്റ്റാറ്റസ് ചെയ്തത്. എവറി ഡേ ഷീസ് പുട്ടിംഗ്. അതെ അതെ സെയിം. നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം. 18 എന്നുള്ളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് നെക്സ്റ്റ് വീക്ക്. ഞാൻ നാളെയാണ് അവർക്ക് ഇൻട്രൊഡക്ഷൻ സെഷൻ കൊടുക്കുന്നത്. ഞാനൊന്ന് സിനിയെ കോണ്ടാക്ട് ചെയ്തതായിരുന്നു. ഇനി 18 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാച്ച് 13 ആയാലും കുഴപ്പമില്ല. 13 ഇപ്പൊ പാർട്ട് 2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, പാർട്ട് 3 ആവുന്നേ ഉള്ളൂ 13. അപ്പൊ സിനി എവിടെ വെച്ചാണ് ഡ്രോപ്പ് ആയതെന്ന്, എവിടെ വെച്ചാ നിന്ന് പോയതെന്ന്, എവിടെ വെച്ചാൽ കണക്ഷൻ പോയെന്നും അറിയില്ലല്ലോ. ഇനി ആദ്യം തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സിനിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട്. ഓക്കെ, എനിവേ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളിത് വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ അത് കാണാൻ മനസ്സിലായല്ലോ. നമ്മളൊരു ട്രഡീഷണൽ ടീച്ചറെ പോലെ തന്നെ ഇനീഷ്യലി ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പലതവണ അത് പറഞ്ഞിരുന്നു, നമ്പർ റോഡ്സിന്റെ കാര്യം. അതിന്റെ ലെങ്ത് സ്മോൾ ലാർജ് ആ ഒരു കൺസെപ്റ്റ് വേണം ഫസ്റ്റ് അവരിലേക്ക് ചെല്ലാൻ. അവരിലേക്ക് കളറും നമ്പറും അഡീഷനും എല്ലാം കൂടെ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്താൽ കുട്ടികൾക്ക് കിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ആ സ്മോൾ ലാർജ് എന്നുള്ള കൺസെപ്റ്റ് കൊടുത്ത് അവർ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് സ്മോൾ ലാർജ് എന്നുള്ളത് അവർ കറക്റ്റ് അവർക്ക് അത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് കളറിന്റെ കൺസെപ്റ്റ് അവരിലേക്ക് കൊണ്ടുവരുന്നത്. കളറിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് കൗണ്ടിങ് ചെയ്യിക്കും. ദെൻ അവരെ ഓഡ് ഈവൻ കൺസെപ്റ്റിലേക്ക് കൊണ്ടു. അങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അവരിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ പല കാര്യങ്ങളും ഒരുമിച്ച് എല്ലാം കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നു അവരെ. അതാണ് പേഷ്യൻസ്, അത് വളരെ ആവശ്യമാണ്. ആ ഒരു പേഷ്യൻസ് നമ്മൾ ഇതിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതും ഓൾ ഗ്രൂപ്പിനല്ല കൊടുക്കുന്നത്, ഓരോ കുട്ടിക്കാണ്. അപ്പൊ നമ്മൾ ABന്ന് 2 കുട്ടികൾക്ക് ഒരേ ദിവസം ഒരു 10 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ നമ്പർ റോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് കുട്ടി ഒരു പക്ഷെ പെട്ടെന്ന് ലാർജ് സ്മോൾ എന്നുള്ള കൺസെപ്റ്റ് കിട്ടി കളറിലേക്ക് ആകും. കാരണം അവന്റെ പേസ് ചിലപ്പോൾ കൂടുതലായിരിക്കും, റേറ്റ് ആ ടൈം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ സെക്കൻഡ് കുട്ടി അപ്പോഴും സ്മോൾ ലാർജ് എന്നുള്ളത് ആ കൺസെപ്റ്റിലേക്ക് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവന്റെ പേസ് അവന് കൊടുക്കുക.
അവൻ ചിലപ്പോൾ നെക്സ്റ്റ് ഡേയും കൂടെ എടുത്താലായിരിക്കും 2 days എടുത്ത് അവൻ ചെയ്യും. പക്ഷെ ഈ കുട്ടി ഹാഫ് ആൻ അവർ കൊണ്ട് ലാർജ് സ്മോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് കളറിന്റെ കൺസെപ്റ്റ് കൊടുക്കും. ഓരോ കുട്ടിക്കും നമ്മൾ വേറെ വേറെ ആയിട്ടാണ് കൊടുക്കുന്നത്, ഗ്രൂപ്പിന് ഒരുമിച്ചല്ല. അതാണ് ട്രഡീഷണൽ മെത്തേഡ്. ഇത് ശരിക്കും നിങ്ങൾക്ക് യൂണിറ്റ് 2 എടുത്തു കഴിഞ്ഞിട്ട് ഇത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. യൂണിറ്റ് 2 നമ്മുടെ കമ്പാരിസൺ ആണ്. ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഞാൻ ടീച്ചർ എടുക്കുന്ന വിചാരിച്ചാൽ ഞാൻ നേരെ 3 സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ അതും കൂടെ എടുത്തിട്ടേ ഞാൻ വരുള്ളായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ വലിയൊരു പാരഗ്രാഫാണ് ഞാനിപ്പോ ചുരുക്കി പറഞ്ഞത്. നമ്മള് ഒരു സാധാരണ ടീച്ചേഴ്സിനെ പോലെ കഥയും പറഞ്ഞ് ആക്ഷൻ സോങ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് ഇവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യുന്നു, ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു. പിന്നെ നമ്മള് നമ്മളുടെ മെത്തേഡിലേക്ക് പോകുന്നു, അവർക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, അവരെ ആക്ടിവിറ്റി ചെയ്യുന്നു, നമ്മൾ പതുക്കെ പാസീവായിട്ട് മാറുന്നു, നമ്മൾ സൈഡിലേക്ക് വരുന്നു അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ടൈമിൽ ഇരുന്ന് അവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് മോണ്ടിസോറി, അതായത് ഹി മസ്റ്റ് ഇൻക്രീസ്, അവനാണ് കൂടുതൽ ആക്റ്റീവ് ആകേണ്ടത്, ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരണം. അത് നമ്മൾ അങ്ങനെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈ ആകുന്നതിന്റെ ഒക്കെ ഒരു ലക്ഷണമാണ് നമ്മൾ അതിനാവുന്നത്. അവർക്ക് വിട്ടുകൊടുക്കുന്നു, അവരുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇന്ററപ്ഷൻ ചെയ്യാതെ അവർക്ക് വിട്ടുകൊടുത്ത് നമ്മൾ ഒബ്സർവ് ചെയ്ത് അവർ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതാണ് ശരിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫെസിലിറ്റേറ്ററുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓൾറെഡി പറഞ്ഞ കുറെ കാര്യങ്ങളാണ് അതിലൂടെ എല്ലാം പോകുന്നത്. കുറേ ഡോട്ട്സ് പോയിന്റ്സ് ഇട്ട് പറയുന്നുണ്ട്. ഇത് കുട്ടിയും എൻവയോൺമെന്റുമായിട്ടുള്ള ലിങ്ക് ഓൾറെഡി ജോളി പറഞ്ഞല്ലോ. ആ ഒരു കണക്ഷൻ, ഡൈനാമിക് ലിങ്ക്, അതായത് എപ്പോഴും ലൈവ്ലി ആകുന്ന ഒരു ലിങ്ക് ആയിരിക്കണം. അതിന്റെ ഒരു ലിങ്ക് ആയിരിക്കണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഓക്കെ, പിന്നെ സിസ്റ്റമാറ്റിക് ഒബ്സർവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒബ്സർവേഷൻ വളരെ വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. കുട്ടിയുടെ നീഡ്സ് മനസ്സിലാക്കി അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്, ചിലപ്പോൾ കുട്ടി പറഞ്ഞില്ലെങ്കിലും അവന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് അവന്റെ ആ ഒരു നീഡ് എന്നുള്ളത്. ആ ഒരു എൻവയോൺമെന്റ് അതിന്റെ ഒരു ടൈലർ തന്നെയാണ്, മെന്ററാണ് ശരിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, എക്സ്പെരിമെന്റർ ആണ്. പലതും മാറ്റി മാറ്റി നോക്കണം. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ രീതികളൊക്കെ മാറ്റണം. കുട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, നീഡ്സിനനുസരിച്ച്, അവന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ട് വരും. 10 കുട്ടികൾ ഉണ്ടെങ്കിലും 10 പേർക്കും വേണ്ടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മെന്റർ, ടൈലറിങ് ചെയ്യുന്ന ഒരാളായിരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ ആണ്. അതിനെ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ നല്ല രീതിയിൽ വയ്ക്കുന്നു, ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആവശ്യമില്ലാത്തത് മാറ്റുന്നു. ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവാലുവേറ്റർ ആണ്. പിന്നെ ജഡ്ജ് ചെയ്യുന്നു, ജഡ്ജിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഹെർ ഓൺ വർക്ക്. അല്ലാതെ കുട്ടികളെ അല്ല, എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അവനവനെ തന്നെ അനലൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഞാൻ പ്രൊവൈഡ് ചെയ്ത രീതികൾ ശരിയാണോ, ഞാൻ ഇങ്ങനെ തന്നെയാണോ ആ കുട്ടിയുടെ അടുത്ത് ചെയ്യേണ്ടത്, അങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ്സും ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ടെസ്റ്റ് പേപ്പറോ അങ്ങനെയൊന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞല്ലോ, ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ. അതിനകത്ത് നമുക്ക് കുട്ടികളുടെ പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുട്ടിയുടെ പ്രൊട്ടക്ടറാണ്, കുട്ടിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴാണ് കുട്ടിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു സമയത്ത് അത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അതിന്റെ ലിമിറ്റ് തീരുമാനിക്കും. കുട്ടി ഒരു മെറ്റീരിയലുമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്, കുട്ടി ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു നമ്മുടെ ഹെൽപ്പെങ്കിൽ നമ്മൾ ചെന്ന് കുട്ടിയെ കൊണ്ട് അത് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളത് ഫുൾ ചെയ്യുകയല്ല ചെയ്യും. അപ്പൊ കുട്ടിയുടെ എപ്പോഴും നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം, എപ്പോഴും ഇന്റർഫെയർ ചെയ്യണം, അത് നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു സപ്പോർട്ടർ ആണ്. വാംത്ത്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, അങ്ങനെ എല്ലാം കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓരോ കുട്ടിയെയും കുട്ടികൾ ഒരു പക്ഷെ നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ പല കാര്യങ്ങൾ ചോദിക്കുമായിരിക്കും. അതിനെയെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ പിന്നെന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ among the children and of the child's effort to communicate with her. ഈ കുട്ടി പല കാര്യങ്ങളും ചെയ്യുന്നത്
നമ്മൾ പോയി ഇന്ററപ്റ്റ് ചെയ്ത് കുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കുക അങ്ങനെയൊന്നുമില്ല. കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ റിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. കുട്ടിയുടെ എഫേർട്ട് നമുക്ക് ഇവിടെ സംസാരങ്ങൾ വളരെ കുറവായിരിക്കും, കൂടുതലും ആക്ടിവിറ്റി ആണല്ലോ നടക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുട്ടിയുടെ പ്രോഗ്രസ് നമുക്ക് കുട്ടിയുടെ പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അതിനാ പ്രോപ്പർ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് നടക്കും. ഓക്കെ, ഒരു ഡെമോൺസ്ട്രേറ്റർ ആണ്, കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു. അത് ക്ലിയർ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ വേണം, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ആവശ്യമില്ലാതെ വലിച്ചു വാരി കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്പർ റോഡ്സിന്റെ കാര്യം പലപ്പോൾ പറഞ്ഞില്ലേ, ആ ലാർജ് സ്മോൾ അത് ഫസ്റ്റ് കൊടുക്കുന്നു. കുട്ടി അതിൽ നല്ല തറവായി കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത കൺസെപ്റ്റ് കളർ എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കും, കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുന്നു. പിന്നെയാണ് ലാസ്റ്റ് ആണ് നമ്പർ റോഡ്സ് വെച്ചിട്ട് അഡീഷൻ വരുന്നത്. കുട്ടിയെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ, മെറ്റീരിയൽസിനോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ. കാരണം ഈ മെറ്റീരിയൽസ് പെട്ടെന്ന് ചില കുട്ടികൾക്ക് പെട്ടെന്ന് താല്പര്യം ഉണ്ടാവുമായിരിക്കും, ചില കുട്ടികൾക്ക് മെറ്റീരിയൽസിനോട് അത്ര താല്പര്യം വരണമെന്നില്ല. അപ്പൊ കുട്ടിക്ക് അത് ഇഷ്ടമാകുന്ന രീതിയിൽ വേണം ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കാനായിട്ട്. പിന്നെ ഒരു ടെംപ്റ്റിംഗ് ബിഹേവിയർ ആയിരിക്കണം, ഒരു എൻടൈസിങ്, ഒരു അട്രാക്റ്റീവ് ആയിട്ട് നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്. കൺസിസ്റ്റന്റ് ആയിട്ട്, ഇന്നൊരു മൂഡ് നാളെ വേറെ മൂഡ്, ദേഷ്യം പിടിച്ചു ചെല്ലുന്നു, അങ്ങനെ ആയിരിക്കരുത്. ഭയങ്കര പ്ലീസിങ് ആയിട്ട് നമ്മളെപ്പോഴും ഒരു കുട്ടിക്ക് എപ്പോഴും ആ ഒരു നമ്മുടെ ഒരു ബിഹേവിയർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒരു അട്രാക്റ്റീവ്, ഒരു എൻടൈസിങ് ബിഹേവിയർ ആയിരിക്കണം, ഒരു ടെംപ്റ്റിംഗ് ആയിട്ട്. പിന്നെ എപ്പോഴും ഒരു സെൻസ് ഓഫ് കാം, കൺസിസ്റ്റൻസി, ഗ്രേസ്, നല്ലൊരു ഫ്ലോ അല്ലെ, നമ്മളുടെ മൂവ്മെന്റ്, അതിനൊക്കെ ഒരു ഭംഗി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നടപ്പ്, അതൊക്കെ ഒരു ഗ്രേസ് വരുന്ന നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മളുടെ ഫിസിക്, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഒരു കട്ട്സി, ആ ഒരു റെസ്പെക്ട്ഫുൾ പൊളൈറ്റ് ബിഹേവിയർ, അതെല്ലാം കുട്ടിയുടെ മുന്നിൽ കുട്ടി കാണുവാണ് നമ്മളിൽ നിന്ന്. അപ്പോ നാച്ചുറലി ദേ വിൽ ഫോളോ അസ്. പിന്നെ ഒരു അമ്പയർ ആണ്, ഒരു ആർബിട്രേറ്റർ. പലപ്പോഴും കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകാം, കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ, കാരണം നമ്മൾ നോർമലൈസ്ഡ് ആകുവാണ് കുട്ടികൾ കുറേ ആക്ടിവിറ്റിയിലൂടെ. അപ്പൊ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇടപെടും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഒരു ഷീസ് ആൻ ആർബിട്രേറ്റർ. നമ്മൾ അമ്പയർ ഒക്കെ ഇല്ലേ, കളികളിലെ ക്രിക്കറ്റ് കളിയിൽ അമ്പയർ നിൽക്കില്ലേ, അങ്ങനെ പോലെ ഒരാളായിരിക്കണം. കുട്ടികൾക്ക് കോർട്ടിയസ് ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ അവരിൽ വരണം. പിന്നെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, കൺഫ്യൂഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് കുറെയൊക്കെ നമ്മുടെ റോൾസ്, നമ്മുടെ ക്വാളിറ്റീസ്, ഇതൊക്കെ ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ മക്കളെ ഡീൽ ചെയ്യുന്ന സമയത്ത്, ട്യൂഷൻ എടുക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ പല രീതിയിലൂടെയും നമ്മളും കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിലേക്ക് മേർജ് ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. ഈ പ്രോസസ് ഓഫ് ഒബ്സർവേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു, ഇത് ഇത്തിരി ഒരു ടാസ്ക് ആണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും കുട്ടിയുടെ പേഴ്സണാലിറ്റിക്ക് തടസ്സം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് നമ്മളത് ത്രൂ ആക്ടിവിറ്റീസിലൂടെ അവർ അതൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഡിഫോമിറ്റി എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പല പല ആക്ടിവിറ്റീസിലൂടെ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെയും സെൻസോറിയൽ ആക്ടിവിറ്റീസിലൂടെയും മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും എന്താ പറയാ, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ വേർഡ്സോ ലെക്ചർ ക്ലാസ്സുകളോ ഒന്നും ആവശ്യമില്ല. കുട്ടികളല്ലാതെ തന്നെ ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ വരുന്നത്. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുള്ളത് അവരറിയരുത്. പിന്നെ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രം ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടി ഇൻസ്പയർ ചെയ്യുന്ന പല ഫാക്ടേഴ്സും നമ്മൾ ഒരുപക്ഷെ കാണാം. കുട്ടിയുടെ ഇൻട്രസ്റ്റ്, ചിലപ്പോ ഓരോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഓരോ രീതിയിലായിരിക്കും. അവർ ഇൻസ്പയർ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളായിരിക്കാം. ഒരാളെ കളറാണെങ്കിൽ ഒരാൾക്ക് ചിലപ്പോ ആ ഒരു മെറ്റീരിയലിന്റെ ഷേപ്പ് ആയിരിക്കാം.
അങ്ങനെ ഓരോ കുട്ടിക്കും ഇൻസ്പയർ ചെയ്യുന്നത് പല കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് പല ആക്ടിവിറ്റീസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവും. പിന്നെ അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, പിന്നെ ചില സമയങ്ങളിൽ കുട്ടി എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ഒബ്സർവ് ചെയ്യുന്ന ആള് മെന്റലി നല്ല ആക്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിറയെ ബാഗേജസ് ഉണ്ടാകരുത്. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ തലയിൽ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വന്ന് ഈ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മെന്റലി ആക്റ്റീവ് ആയിരിക്കണം ആ ഒരു ഒബ്സർവേഷന്റെ. ഓക്കെ, കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യരുത്. റിലേ ഓൺ ദ ഡയറക്ടേഴ്സ്. ഇവിടെ ഡയറക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് കുട്ടി, ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കണ്ടു കഴിഞ്ഞാൽ അത് പെർമിറ്റ് ചെയ്യരുത്, കുട്ടിയെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം. പിന്നെ ഡെയിലി നമുക്ക് ഒബ്സർവ് ചെയ്യാം. നമുക്കൊരു വർക്ക് സൈക്കിൾ പോലെ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്കൊരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടിയെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കുട്ടികൾ എന്തെങ്കിലും എഴുതാനൊക്കെ പറയുമ്പോഴേക്കും അത് എഴുതിക്കൊണ്ടിരിക്കണ സമയത്ത് അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമഴ്ന്ന് ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ മലർന്ന് ഇങ്ങനെ കിടക്കും അല്ലെ. സോ അത് മൈൻഡ് ചെയ്യേ വേണ്ട. ദാറ്റ് ഇസ് ഫോൾസ് ഫറ്റീഗ്. അവര് ഒരു ക്ഷീണം ഇങ്ങനെ കാണിക്കുന്ന ഇതാണെന്നാണ് പറയുന്നത്. നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്യരുത്. കുറച്ച് കഴിയുമ്പോൾ അവർ ബാക്ക് ടു വർക്ക് തന്നെ വരും. ആ സമയത്ത് ഓടിച്ചെന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക ഒന്നും ചെയ്യണ്ട. അല്പനേരം അവരെ അങ്ങനെ വിടുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ കുട്ടി തിരിച്ച് അവന്റെ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. ദെൻ ഹി ഈസ് റെഡി. ജസ്റ്റ് ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെ അങ്ങനെ ആക്കും. എന്നിട്ട് തിരിച്ച് ബാക്ക് ടു വർക്ക് ചെയ്യും. നമ്മൾ വീട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങ് മലർന്ന് കിടക്കും. നമ്മള് ഇന്റർവ്യൂൻ ചെയ്യാതിരിക്കുക, ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ പുതിയ അവര് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവല് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു മോഡൽ, ഒരു വർക്ക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് കോൺസെൻട്രേഷൻ ലെവലിനെ കുറിച്ചിട്ട്. ഓരോ കോൺസെൻട്രേഷൻ ലെവലിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ലെവൽ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടി ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷനിലാണ്. ഒരു കാര്യം അവനെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. എന്തൊക്കെ അവന് ചുറ്റും സംഭവിച്ചാലും ഒന്നും അറിയില്ല. അവൻ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഭയങ്കരമായിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അടുത്തത് കോൺസെൻട്രേഷൻ ലെവൽ 2. കുട്ടി ഡീപ്പ് കോൺസെൻട്രേഷനിൽ തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തല ഉയർത്തി നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് അക്നോളജ് ചെയ്യും. ഒരു ലൗഡ് നോയ്സ് ഒക്കെ കേൾക്കുമ്പോൾ അത് ജസ്റ്റ് ആ ഒരു ടൈമിൽ നോക്കലേ ഉള്ളൂ. ബാക്ക് ടു വർക്ക് തന്നെ. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ലെവൽ 1. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സൂപ്പർഫിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എവിഡന്റ് അപ്പാരന്റ് കോൺസെൻട്രേഷൻ ഒരു മീനിങ്. അവിടെ കുട്ടികൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇവർക്ക് സാധാരണ ഒരു കോൺസെൻട്രേഷൻ ലെവലേ ഉള്ളൂ. ഇവരെന്തെങ്കിലും ശബ്ദം കേട്ടാലോ ചിലപ്പോൾ ആ വഴി അങ്ങോട്ടേ പോകും. അങ്ങനെ അവിടെ ഇട്ടിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവിടെ ഇട്ടിട്ട് പോകുന്നു. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു വർക്ക് സൈക്കിൾ പ്രിപ്പയർ ചെയ്യാം. ഇതൊരു മോഡലാണെന്ന് മാത്രമേ ഉള്ളൂ. ക്യൂസൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ക്വയറ്റ്. ടെമ്പററി ആയിട്ട് ഒന്നിങ്ങനെ അടങ്ങിയിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ. ചൈൽഡ് ഈസ് നോട്ട് വർക്കിംഗ് നോർ ഈസ് ഹി ഡിസ്റ്റർബിങ് എനിബഡി. ആരെ ഉപദ്രവിക്കണമില്ല, അവനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. ബട്ട് ഇറ്റ് മേ ബി ടെമ്പററി. അത് ചിലപ്പോ താൽക്കാലികമായിട്ടായിരിക്കാം. അതാണ് ക്യൂസൻസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്. നെക്സ്റ്റ് ഡിസോർഡർ ലെവൽ 1. ചൈൽഡ് ഗോസ് ആൻഡ് ഡിസ്റ്റർബ്സ് അനദർ ചൈൽഡ് ബട്ട് ദിസ് ഈസ് നോ മെഡിറ്റേറ്റഡ്. പോയിട്ട് മറ്റു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു. പക്ഷെ അത് എപ്പോഴും ചെയ്യുന്നതാവണമെന്നില്ല, അത് അങ്ങനെ അങ്ങ് സംഭവിക്കും. പിന്നെ ഡിസോർഡർ ലെവൽ 2. കുട്ടി പോയി മറ്റു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, പക്ഷെ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് കാണാം. ചിലപ്പോ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് നമുക്ക് വേറൊരു ലെവൽ നമ്പർ കൊടുക്കാം. ഇതൊരു മോഡൽ മാത്രം. ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഒബ്സർവേഷന്റെ വർക്ക് സൈക്കിൾ പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള ഒരു മോഡൽ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് രീതി. അപ്പൊ പല രീതിയിൽ കോൺസെൻട്രേഷൻ കാണിക്കാം.
ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യുന്നത്. ചിലര് ജസ്റ്റ് എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും ബാക്ക് ടു വർക്ക്, അങ്ങനെയും ഉണ്ടാകാം. ചിലര് ചെയ്യും പക്ഷെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പൊ അവർക്ക് അത്ര കോൺസെൻട്രേഷൻ ഇല്ല, പിന്നെ ഒന്നും ചെയ്യൂല, ശല്യവും ഇല്ല, ഒന്നും വർക്കും ചെയ്യില്ല ആ രീതിയിൽ. പിന്നെ പെട്ടെന്ന് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതി, പിന്നെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ രീതിയിൽ പല ലെവൽസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് ഓൺലി എ മോഡൽ. നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ മാത്രം. ഇത് തന്നെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ ഒരു വർക്ക് സൈക്കിൾ ഇങ്ങനെ കുട്ടിയുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളൊരു അസസ്മെന്റ് ടൂൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാനായിട്ട് പറ്റും. ഞാൻ സെക്കൻഡ് യൂണിറ്റ് എടുക്കണോ, ലാസ്റ്റ് യൂണിറ്റ് ഇപ്പൊ എടുക്കണോ, ഏതാ വേണ്ടേ? സെക്കൻഡ് എടുക്കാം. ഓക്കെ, കാര്യം പറയുമ്പോ 2 pages ഉള്ളൂ, പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് സാധാരണ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ തന്നെ ആവണം എന്നില്ല കേട്ടോ ട്രഡീഷണൽ സ്കൂളില്. കാരണം അവരുടെ ഉള്ളിൽ ഇതുപോലെ ആക്സെപ്റ്റൻസ്, എല്ലാ കുട്ടിയെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും എംപതി, ലവ് അങ്ങനെയൊക്കെ ഉള്ള ടീച്ചർമാരുണ്ട്. മോണ്ടിസോറി പഠിച്ചിട്ടാവണമെന്നില്ല, അവരങ്ങനെയാണ്, അങ്ങനെ വരുന്ന ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്യാതെ പറയാൻ പറ്റില്ല. പക്ഷെ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മറിയ മോണ്ടിസോറി ഒരു സയന്റിഫിക് അപ്രോച്ചാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെത്തേഡിൽ. കുട്ടികളെ ഒബ്സർവ് ചെയ്യാനും ആ ഒരു സയന്റിഫിക് അപ്രോച്ചാണ്. അപ്പൊ ഹോൾ പേഴ്സണാലിറ്റി, കുട്ടിയുടെ ഹോൾ പേഴ്സണാലിറ്റിയെ ആക്സിലറേറ്റ്, അതായത് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ കുട്ടിയുടെ നാച്ചുറൽ ഗ്രോത്ത്, അതുപോലെ ഡെവലപ്മെന്റ് എല്ലാം ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുവരുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പൊ മോണ്ടിസോറി മെത്തേഡില് 3 years ഏജ് സ്പാൻ ആണ്. അതേസമയം ട്രഡീഷണൽ മെത്തേഡില് ഒരേ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ. LKG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 years അല്ലെ. മോണ്ടിസോറി ക്ലാസ് റൂമിൽ വെർട്ടിക്കൽ ഏജ് ഗ്രൂപ്പിംഗ് ആണ്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മിക്സഡ് ആണ്. ഇവിടെ അൺഗ്രേഡഡ് ആണ് മോണ്ടിസോറി മെത്തേഡില്. ട്രഡീഷണൽ മെത്തേഡില് ഗ്രേഡിങ് ആണ്, ഗ്രേഡ് എന്നുള്ള രീതിയിൽ. പിന്നെ മോണ്ടിസോറി മെത്തേഡില് കുട്ടികൾ ഓരോ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ അവർ തന്നെ പഠിക്കുവാണ്. ഓട്ടോ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡില് അവർക്ക് കുറെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനാണെന്ന് ടീച്ചർ ലെക്ചേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. ടീച്ചർ എങ്ങനെ ക്ലാസ് എടുക്കുന്നു അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുവാണ് ചെയ്യുന്നത്, ഒരു സബ്ജക്ട് സ്റ്റഡിയിങ്. പിന്നെ മോണ്ടിസോറി മെത്തേഡിൽ പല രീതിയിലുള്ള മെറ്റീരിയൽസ്, മൾട്ടി സെൻസറി, നമ്മുടെ സെൻസോറിയൽ എഡ്യൂക്കേഷനും എല്ലാത്തിനും പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ കുറെ മെറ്റീരിയൽസ് ഒക്കെ ക്ലാസ്സിലുണ്ട്, പക്ഷെ ഇത് എന്തിനാണ് ഏതിനാന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ, സ്കിൽഫുൾ അല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ്. പിന്നെ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ മെറ്റീരിയൽസിനും ഓരോ സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, അത് ചെയ്യേണ്ട രീതികളുണ്ട്, സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡില് എന്താ പറയുക, വിത്തൗട്ട് കുട്ടികളുടെ മുന്നിലേക്ക് അതങ്ങ് വെച്ചു കൊടുക്കുവാണ്. ഈ ചെറിയ ക്ലാസ്സുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കുറെ ടോയ്സും ഒക്കെ ഉണ്ടാവും, ചില സ്കൂളുകളിലൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അത് അവർക്കൊരു ഡെമോ കൊടുക്കാതെയോ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് അത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ തോന്നുന്ന പോലെ കുട്ടികൾ ഓരോന്നും ചെയ്യും. പിന്നെ സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്, ഓട്ടോ എഡ്യൂക്കേഷൻ, ഓട്ടോ കറക്ഷനുമാണ് മോണ്ടിസോറി മെത്തേഡിൽ. ഞാൻ പലയിടത്തും ക്വസ്റ്റ്യനിൽ ഓട്ടോ എഡ്യൂക്കേഷൻ, ഓട്ടോ കറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ
that is auto education, then self correcting materials, auto correction ആ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ ചൈൽഡ് മറ്റേ ട്രഡീഷണൽ യൂസ് ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആസ് മോട്ടിവേഷൻ. അവിടെ കുട്ടികൾക്ക് നല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിവാർഡ് കൊടുക്കും, വെരി ഗുഡ് സ്റ്റാർ, അങ്ങനെയൊക്കെ റിവാർഡുകൾ കൊടുക്കും. ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റും കൊടുക്കും, ഇമ്പോസിഷനും കൊടുക്കും, ചിലപ്പോൾ അടിയും കൊടുക്കുമായിരിക്കും. പിന്നെ മോണ്ടിസോറി മെത്തേഡിൽ ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്, കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ സെന്റേർഡ് ലേണിംഗ് ആണ്. പിന്നെ കുട്ടികളാണ് ഇവിടെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് എന്ത് ആക്ടിവിറ്റി ചെയ്യണം, കുട്ടി അത് ചൂസ് ചെയ്യുന്നു. മോണ്ടിസോറി ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചറാണ് അന്നത്തെ ക്ലാസ് എന്തെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ 9th വൺ ചൈൽഡ് സെറ്റ്സ് ഓൺ പേസ്, അതായത് കുട്ടി അവന്റെ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അവിടെ പീരീഡ് ഒന്നുമില്ല. അവനൊരു ആക്ടിവിറ്റി 1 മണിക്കൂർ ചെയ്യണോ, അവൻ ആ ആക്ടിവിറ്റി 1 മണിക്കൂർ ചെയ്യും. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ അവിടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടീച്ചർ സെറ്റ് സ്പേസ്. ടീച്ചർ ബോർഡിൽ ഒരു പ്രോബ്ലം എഴുതുന്നു, കുട്ടികളോട് ചെയ്യാൻ പറയുന്നു. കുറെ കുട്ടികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു, കുറച്ച് കുട്ടികൾക്ക് അറിയാം, ചെയ്യേണ്ട രീതി അറിയാം, പക്ഷെ അവര് പകുതി ആവുമ്പോഴേക്കും ടീച്ചർ ബോർഡ് വൈപ്പ് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ പകുതി ചെയ്തു വന്ന കുട്ടികൾ ഫിനിഷ് ആക്കുന്നില്ല, അറിയില്ലാത്ത കുട്ടികൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്നും ആയിട്ടുണ്ടാവില്ല. സോ ടീച്ചർ സെറ്റ് സ്പേസ്, ആ ഒരു സ്പീഡ്. ചൈൽഡ് ഫ്രീ ടു ഡിസ്കവർ ഓൺ. അപ്പൊ കുട്ടികൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് തന്നെയാണ്. പേജ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കണം. ടീച്ചർ ഗൈഡ്സ് ചൈൽഡ്, അവിടെ ടീച്ചറാണ് കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത്. പിന്നെ മോണ്ടിസോറി മെത്തേഡില് ചൈൽഡ് കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂ ഇന്ററപ്ഷൻസ്. കുട്ടിയാണ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഇന്ററപ്ഷൻ വളരെ കുറവായിരിക്കും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പക്ഷെ മറ്റേ മെത്തേഡിലാണെങ്കിൽ ടീച്ചറുടെ ഇന്ററപ്ഷൻസ് ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കഴിഞ്ഞോ 5 minutes ഓൺലി, അതിനുള്ളിൽ ചെയ്തു തീർക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇന്ററപ്ഷൻസ് ഉണ്ടാവും. വന്ന് നോക്കും, ഇത് തെറ്റാണല്ലോ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യാം, ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ ഇന്ററപ്ഷൻസ് ഉണ്ടാവും. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം ഓട്ടോ കറക്ഷന് പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ടീച്ചറാണ് ഇവിടെ എറേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നത്. നീ ചെയ്തത് മിസ്റ്റേക്ക് ആണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ക്ലാസ് റൂം. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടിക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ ഒരു സീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പീരീഡ് കഴിയുന്നവരെയും അവിടെ ഇരിക്കണം, അനങ്ങാനുള്ള ഒരു ഫ്രീഡം ഇല്ല. സയൻസ് സീറ്റ് ആയിരിക്കും. പിന്നെ ക്ലാസ് പീരീഡും ഉണ്ടായിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ലേണിംഗ്, ഓരോ കുട്ടിയും അങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. മറ്റേതിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. എംഫസിസ് ഓൺ കോൺക്രീറ്റ് ഐഡിയാസിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോണ്ടിസോറി മെത്തേഡിന്. കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് അങ്ങനെയാണല്ലോ, ലെങ്ത്, സ്മോൾ, ലാർജ് എല്ലാവരും കണ്ട് തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് മനസ്സിലാകുന്നത്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ അബ്സ്ട്രാക്ട് ഐഡിയ ആണ് കൂടുതൽ കൊടുക്കുന്നത്. ബിഗ്, സ്മോൾ, ലാർജ് എന്നൊക്കെ പറയുമ്പോൾ അബ്സ്ട്രാക്ട് അവർക്ക് ഊഹിച്ചെടുക്കണം. അത് ഇങ്ങനെ ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, റിയാലിറ്റി ഓറിയന്റഡ് ആണ് മോണ്ടിസോറി മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ച് റോൾ പ്ലേയിങ് ആൻഡ് ഫാന്റസി, കൂടുതലും ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ ഓരോ മെറ്റീരിയൽസ് വെക്കാൻ സ്പെസിഫിക് പ്ലേസസ് ഉണ്ടായിരിക്കും. സെൻസ് ഓഫ് ഓർഡർ, ഓരോന്നും ഓർഡറിലായിട്ടായിരിക്കും. പിന്നെ ട്രഡീഷണൽ മെത്തേഡിൽ റാൻഡം ആണ് കേട്ടോ, റാൻഡം എന്ന് കറക്റ്റ് ചെയ്യുക, റാൻഡം പ്ലേസ്മെന്റ്. ഓരോന്നിനും അങ്ങനെ സ്പെസിഫിക് പ്ലേസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സെൻസിറ്റീവ് പീരീഡിലാണ് ഇവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു സെൻസിറ്റീവ് പീരീഡ് മനസ്സിലാക്കുന്നു. റെക്കഗ്നീഷൻ ഓഫ് സെൻസിറ്റീവ് പീരീഡ്. ആരുടെയോ ഓഡിയോ ഓൺ ആണേ. ഓക്കെ, ട്രഡീഷണൽ മെത്തേഡില് ഓൾ ചിൽഡ്രൻ ട്രീറ്റഡ് ലൈക്ക്, എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ കണക്കാക്കും. ഒരു കുട്ടിയുടെ ഒരു സെൻസിറ്റീവ് പീരീഡ് ആവണമെന്നില്ലല്ലോ മറ്റു കുട്ടികൾക്കുള്ളത്. ഒരാൾക്ക് വിഷ്വൽ സെൻസ് ആയിരിക്കും വളരെ ഷാർപ്പ്,
വേറൊരാൾക്ക് വേറൊരു സെൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അപ്പൊ അതിനനുസരിച്ചായിരിക്കും കുട്ടികൾക്ക് നമ്മൾ മോണ്ടിസോറി മെത്തേഡില് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ട്രഡീഷണലില് എല്ലാവരും ഒരേപോലെ ആ ഒരു ഓൾ ചിൽഡ്രൻ ട്രീറ്റഡ് അലൈക്ക് ആ ഒരു രീതിയിലാണ് വരുന്നത്. എംഫസൈസ് ഓൺ മോർ കോഗ്നിറ്റീവ് ലേണിംഗ്. കോഗ്നിറ്റീവ് ലേണിംഗിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ലേണിംഗ് മെത്തേഡ് ദാറ്റ് ഫോക്കസ് ഓൺ ഹൗ ടു മാക്സിമൈസ് ദ ബ്രെയിൻസ് പൊട്ടൻഷ്യൽ ടു ലേൺ ന്യൂ ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ബ്രെയിൻ എക്സസൈസുകൾ, ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്, ബ്രെയിനിന്റെ പൊട്ടൻഷ്യലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്ത് അങ്ങനെയുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൂടുതലും. ആ ഒരു ലേണിംഗ് രീതിയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. എംഫസൈസസ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ്. ക്ലാസ് റൂമിലല്ലേ ഗ്രൂപ്പ് ഡൈനാമിക്സും ആ ഒരു രീതിയിലായിരിക്കും അവിടെ ബ്രെയിൻ ഡെവലപ്മെന്റിനേക്കാളും കൂടുതൽ സോഷ്യൽ ഡെവലപ്മെന്റ്, ഗ്രൂപ്പായിട്ടുള്ള ലേണിംഗ് ആയതുകൊണ്ട്. Cults by choice and out of regard for others. പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. അതേസമയം ട്രഡീഷനില് ഫോഴ്സ്ഫുള്ളി, ക്വൈറ്റ് എൻഫോഴ്സ്ഡ്, ഫോഴ്സ്ഫുള്ളി കമ്പൽ ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയാണ്. ഈ ഒരു പീരീഡ് മാത്സ്, ഈ ഒരു പീരീഡ് ഇംഗ്ലീഷ്, ആ ഒരു രീതിയിലൊരു അങ്ങനെ ഒരു സിസ്റ്റം പോലെയാണ് ട്രഡീഷനിൽ വരുന്നത്. പിന്നെ എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു, കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുന്നു, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ അവരിൽ ഡിസിപ്ലിൻ വരുവാണ്. എൻവയോൺമെന്റ് ആണ് ഇവിടെ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രഡീഷണലില് ടീച്ചറാണ് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽഫ് ഡെവലപ്മെന്റിലൂടെയാണ് അവർ മോട്ടിവേറ്റ് ആകുന്നത്. മോണ്ടിസോറി മെത്തേഡില്, ട്രഡീഷണൽ മെത്തേഡില് ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. മോണ്ടിസോറിയിലെ ടീച്ചർ ഈസ് ഒബ്സർവർ ആൻഡ് ഡയറക്ടർ. ട്രഡീഷണൽ മെത്തേഡിലെ ടീച്ചർ ഈസ് ഫോക്കൽ പോയിന്റ് ആൻഡ് ഡോമിനന്റ് ഇൻഫ്ലുവൻസ്. എപ്പോഴും പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്ന് ടീച്ചറെ ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കും ക്ലാസ്സസ് പോകുന്നത് ട്രഡീഷണൽ മെത്തേഡിൽ. വർക്ക് ഫോർ ജോയ്. ഇവിടെ അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ അവർ ഹാപ്പിനെസ് ആണ്, ആ ഒരു ഹാപ്പി ആവുകയാണ് അവർ ചെയ്യുന്നത്. അതിലൂടെ പല കാര്യങ്ങളും അവർ പഠിച്ച് മനസ്സിലാക്കുന്നു മോണ്ടിസോറി മെത്തേഡില്. ട്രഡീഷണലില് ഫോഴ്സ് ടു ഡു അല്ലെ, വർക്ക് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു. നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്തുകൊണ്ട് വരണം എന്ന് പറയുന്നത് കൊണ്ട് കുട്ടികൾ ചെയ്യുന്നു. എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ എൻകറേജ് ചെയ്യിക്കുന്നു. പലപ്പോഴും ടീച്ചറുടെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും നമ്മൾ ഓൾറെഡി സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ച സ്കൂളിന്റെയും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പലതും പെട്ടെന്ന് മനസ്സിലാകും. ഇതാണ് അത്. നെക്സ്റ്റ് യൂണിറ്റ് 10 ആണ്, ലാസ്റ്റ് യൂണിറ്റ്. കുറെയൊക്കെ വായിച്ചാൽ അതിനകത്ത് മനസ്സിലാകും. ചില വേർഡ് നിങ്ങൾക്ക് ന്യൂ വേർഡ്സ് ആണ്, അത് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രം മതി. Sorry, promise. അഡാപ്ഷൻ. ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ രണ്ടും സെയിം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു വെഡിങ് സെറമണിയില്, ഒരു റിലീജിയനില് അവരുടെ വെഡിങ് സെറമണിയിൽ പറയുന്നുണ്ട്, വളരെ മനോഹരം. നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. മേ ബി അങ്ങനെ ആ ഒരു മീനിങ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് തന്നെയാണ് അഡാപ്ഷൻ. ആ പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളിയോ ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ആവില്ല, നമ്മൾ ഇഷ്ടത്തോടു കൂടെ ഉള്ള പൊരുത്തപ്പെടൽ. ആ ഒരു പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരാളല്ല ചെയ്യേണ്ടത്. ഒരു സൈഡ് മാത്രം കോംപ്രമൈസ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നല്ല, രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു.
എത്ര മനോഹരമായ ഒരു സെന്റൻസ് ആണ്. അതാണ് മോണ്ടിസോറി ടേമിലെ ഫസ്റ്റ് വൺ, അഡാപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെയും കാണില്ല. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, അഡാപ്ഷൻ മീൻസ്, എന്റെ ഓപ്ഷൻസ് ഇതാണ്: കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക്. നമ്മൾ നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി അഡ്ജസ്റ്റ്മെന്റും ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അതാണ്. അപ്പം നമ്മൾ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തോടെ മനസ്സോടുകൂടി. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും സൊസൈറ്റിയുടെ ഒരു രീതികൾ അനുസരിച്ച് ആ സൊസൈറ്റിയുമായിട്ട് നമ്മളൊന്ന് കോമ്പാറ്റബിൾ ആകും അല്ലെ. നമ്മൾ പൊരുത്തപ്പെടും ആ ഒരു സൊസൈറ്റി. നമ്മളൊരു ഫ്ലാറ്റിൽ ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ ഭയങ്കര പാർട്ടിയൊക്കെ നടത്തി, DJ പാർട്ടിയൊക്കെ നടത്തി നമ്മൾ ചെയ്യില്ല. ശബ്ദം പുറത്തു വന്ന് മറ്റുള്ളവരുടെ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്. അങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എവിടെയും വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം എന്നോട് ഏതോ ഒരു കുട്ടി ചോദിച്ചു, ഒരു ടീച്ചറാണ് കേട്ടോ, ഈ ബാച്ചല്ല വേറൊരു ബാച്ചിലെ, അടുത്ത ബാച്ചിലെയാണ്. ഞാൻ ടീച്ചറാണ്, എനിക്ക് സ്കൂളിലെ വർക്ക് നിറയെ ഉണ്ട്, എനിക്ക് ക്ലാസ് കാണാൻ പറ്റാറില്ല. ടേം എക്സാമിനേഷൻ അവർക്ക് വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാവാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ടെക്സ്റ്റ് വായിച്ചാൽ പരീക്ഷയ്ക്ക് പാസ്സാവാൻ പറ്റും, പക്ഷെ അതിലും എളുപ്പം ക്ലാസ് കാണുന്ന ടെക്സ്റ്റ് വായിക്കുന്ന ആ ഒരു ഇത്. കാരണം ടെക്സ്റ്റ് വായിച്ചാൽ നമ്മൾക്ക് കിട്ടില്ല. നമ്മൾ ക്ലാസ്സിലെ ഡിസ്കഷനാണ് പലപ്പോഴും നമ്മളെ വളർത്തുന്നത്, അല്ലാതെ ഈ ടെക്സ്റ്റിലുള്ളതൊന്നും അല്ല. ഈ ടെക്സ്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ കയറാതെ ഒരു സെഷൻ ആ ക്ലാസ് എടുത്ത ടോപ്പിക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ക്ലാസ്സിൽ കയറിയിട്ട് നിങ്ങൾ അതിലൂടെ ഒന്ന് പോകുമ്പോൾ നമുക്ക് കണക്ഷൻ കിട്ടുവാണ്. നമ്മൾ ചിലപ്പോൾ അവിടെ നോട്ട് ചെയ്ത് വെക്കും, ഇന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അപ്പൊ അഡാപ്ഷൻ എന്ന് പറയുന്നത് പൊരുത്തപ്പെടുക. നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യം എന്നല്ല, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ അഡാപ്ഷൻ എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികള് ചെറുപ്പത്തിലേ തുടങ്ങി അത് അങ്ങനെ ആ രീതിയിൽ, അതായത് ഇപ്പോ വെള്ളത്തിന്റെ രീതി എന്താ, ഏത് പാത്രത്തിൽ ഒഴിക്കുന്നു ആ ഷേപ്പ് ആയിരിക്കും വെള്ളത്തിന് അല്ലെ. അതുപോലെ ആവുകയാണെങ്കിൽ നമുക്കും ഈസിയാണ്. ഏതൊരു സിറ്റുവേഷനിൽ ചെന്നാലും നമ്മൾ ജീവിച്ചു പോകും അതുപോലെ. അപ്പൊ അത് നമ്മളിപ്പോ കുറെ കാലം പഠിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും, നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മുടെ രീതികളൊക്കെ നടക്കുമായിരിക്കും. അതേസമയം നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ വേറൊരു സ്ഥലത്തായിരിക്കാം, കുറെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മോള് ഡൽഹിയിൽ ചെന്നപ്പോ അവൾക്ക് റൂംമേറ്റ് ആയിട്ട് കിട്ടിയ ഒരു കുട്ടി, അത് മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങാണ്ട് PG ചെയ്യുക. ഇവള് ചെറുതും അത് ഏജ് ഉള്ളതല്ലേ. അത്രയും കാലം ആളൊറ്റയ്ക്ക് ആ റൂം ഷെയർ ചെയ്ത് വരുമായിരുന്നു. ഇവളങ്ങ് ഒരു ഇന്റർവ്യൂഡറെ പോലെയാണല്ലോ, കടന്നു കയറുവാണല്ലോ. ആ കുട്ടി ഛത്തീസ്ഗഡിലുള്ളതാണ്. അപ്പൊ ഈ കുട്ടി ഫസ്റ്റ് ഡേ തന്നെ ഇവളോട് പറയാണ്, ഒത്തിരി അടുക്കം ചിട്ടയുള്ള കുട്ടിയാണത്. ഇവളോട് പറയാണ്, ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് വൈപ്പർ വെച്ചിട്ട് വെള്ളം നല്ല പോലെ വൈപ്പ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടാവില്ല, ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞ ഇല്ല ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡ്രസ്സൊന്നും ഇങ്ങനെ ഇതായി കിടക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. എല്ലാം അടുക്കി ഒതുക്കി റൂം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം അല്ലെങ്കിൽ എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം അവള് സമ്മതിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അതിലൊന്നും തോന്നിയില്ല, കാരണം അവരവരുടെ ഒരു രീതി പറഞ്ഞു. പിന്നെ നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങൾ തന്നാവുമല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിയുമ്പോ ഇപ്പൊ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ഞാൻ ചോദിച്ചു, ഞാൻ ഓർത്തു അത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു സംഭവം അവിടെ വരണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇവള് നന്നാവും, അല്ലെങ്കിൽ അത് മോശമാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് ഇപ്പൊ ഭയങ്കര കൂട്ടാണ്. ആ കുട്ടി രാജസ്ഥാനിലേക്ക് ഇങ്ങോട്ട് പോവാൻ വരുമ്പോ എന്ത് കൊണ്ടുവരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാ പോയെന്നൊക്കെ പറയേണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കമ്പാറ്റബിൾ ആകുന്നു, സ്യൂട്ടബിൾ ആയിട്ട്. ആ ഒരു അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റ് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. പിന്നെ കുട്ടികളെ ജോലി കിട്ടി പോകുമ്പോഴും വേറെ സ്ഥലത്തായിരിക്കും, അവിടെ അവര് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അഡാപ്റ്റഡ് പേഴ്സൺ അവർക്കാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അല്ലാത്ത കുട്ടികളോ എവിടെ ചെന്നാലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവർക്കൊരു സൊസൈറ്റിയിൽ കഴിഞ്ഞുകൂടാൻ പറ്റാതെ വരും. അതാണ്. അപ്പം അഡൾട്ട് ആയതിനു ശേഷം അഡ്ജസ്റ്റ് ചെയ്തോളും എന്നല്ല, ചെറുപ്പത്തില് പല കാര്യങ്ങളും അവരെ മനസ്സിലാക്കിക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ്. ഓൾറെഡി നമ്മുടെ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസും പാർട്ട് 2 നമ്മൾ കഴിഞ്ഞു അല്ലെ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞു. ചെറുപ്രായത്തിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് പോയതും അങ്ങനെ ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞതാണ്. ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന
വ്യത്യാസങ്ങളും എല്ലാം നമ്മൾ കണ്ടു. അതാണ് നെക്സ്റ്റ് മോണ്ടിസോറി ടേംസിൽ പറയുന്നത് കേട്ടോ. ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ്. പാർട്ട് 2 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇങ്ങനെ ഓരോ പേഴ്സന്റെയും ഡെവലപ്മെന്റിന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പവർ ഉണ്ടെന്നാ പറയുന്നത്, ഒരു പൊട്ടൻഷ്യൽ. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ പറയില്ലേ, ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അത് ചെയ്യരുത്. വട്ടവർ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ കറക്റ്റ് ആകുമ്പോൾ നമ്മൾ പറയും, ഓ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. സോ ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും. ഇത് കൊച്ചു കുട്ടികൾക്കും ഉണ്ട്. ആ ഇന്നർ ഗൈഡിന് അനുസരിച്ചാണ് അവർ പോകുന്നത്. അതിനെ എല്ലാം വിറ്റാൽ പറഞ്ഞത് ഈ ബെർഗ്സൺ എന്നുള്ള ഫിലോസഫർ അതിന് പറഞ്ഞ ആ ഫോഴ്സിന് പറഞ്ഞ ഒരു പേരാണ് എല്ലാം വിറ്റൽ എന്നുള്ള ആ ഒരു പേര്. മറിയ മോണ്ടിസോറി ഈ പല ടേംസും കടമെടുക്കും. ഇങ്ങനെയുള്ള ഫോഴ്സിനെയും നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ എല്ലാം യൂസ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള വേർഡും കടമെടുത്തു. അതിൽ ഒന്നാണ് ഹോം എന്ന് പറയുന്നത്. ഒരു ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹോർമോൺസുമായിട്ട് കണക്ട് ചെയ്താണ് ഹോം പറയുന്നത്. പല കാര്യങ്ങളും ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് ആണല്ലോ, അല്ലെ? നമ്മളുടെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം അത് ഒരു എക്സാമ്പിൾ അല്ല, അതിനെ കമ്പയർ ചെയ്ത് പറയുന്നത് ഒപ്പു എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡുമായിട്ടാണ്. ലൈഫ് എന്നാണ് ഒപ്പു എന്നുള്ളതിന്റെ മീനിങ്. ആ ഒരു ഫോഴ്സ് മോണ്ടിസോറി പറയുന്നത് നമ്മളെ ഓരോ കാര്യങ്ങളിലേക്കും ഡ്രൈവ് ചെയ്യുന്നത്, നമ്മള് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ ഹോമിനെ അസിസ്റ്റ് ചെയ്ത വേറൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് നീം. നീം എന്ന് പറഞ്ഞ മെമ്മറിയാണ്. നമ്മൾ 3 വേർഡ്സ് ആണ് പുതിയതായിട്ട് ഇതിനകത്ത് പഠിക്കുന്നത്. ഒന്ന് ഹോം, നീം, നെബുലെ. നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ ഓർമ്മപ്പെടുത്തണം, അത് ചെയ്യുന്ന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനദർ ഫോഴ്സ് ആണ് നീം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഹോമും നീമും കണക്ട് ചെയ്തിട്ടാണ്. ഇതൊക്കെയോ പുരാണ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ പവർ ഓർമ്മ ഉണ്ടാവില്ല. അവരെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് അവർ ആ ഹനുമാൻ അങ്ങനത്തെ എത്തിക്സ് മിത്തോളജിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതിലേക്ക് എന്തോ ഓക്കെ. അപ്പൊ അങ്ങനെ ഹോമും നെയിം എന്നും പറയുന്നത് അതാണ്. എല്ലാം വെച്ചത് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ടേമാണ്. ഒരു വൈറ്റൽ ഫോഴ്സ്, നമ്മുടെ ലൈഫ് ഇമ്പൾസ് നമുക്ക് ട്രിഗർ തരുന്ന ഒരു ഫോഴ്സ്, അതാണ് മെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മറിയ മോണ്ടിസോറി ഗ്രീക്ക് വേർഡിൽ നിന്നും എല്ലാം പല വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. അതിന് വരുന്നുണ്ട് താഴെ. അതിനു മുമ്പ് എഡ്യൂക്കേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫിനെ കണ്ടെത്തുക, നമ്മളെ മനസ്സിലാക്കുക. ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഇത് അല്ലാതെ പുസ്തകം പഠിക്കുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റിയുടെ ഫങ്ഷണൽ നീഡ്സ് മനസ്സിലാക്കി ഒരു ഇൻഡിവിജ്വൽ പെരുമാറുന്നത്, അതെല്ലാം ത്രൂ എഡ്യൂക്കേഷനിലൂടെയാണ്. ഒരു ഫാക്ടറിയിൽ നിന്നും മെഷീൻസിനെയോ പ്രോഡക്ട്സിനെയോ റോബോട്ട്സിനെയോ ഉണ്ടാക്കി വിടുന്ന പോലെ ആകരുത് ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അവിടെ നിന്ന് അക്കാദമിക് ബ്രില്യൻസ് അല്ല മാത്രമല്ല, അവിടെ എംപതി, ഒരു കമ്പാഷൻ, ലവ്, ഇതെല്ലാം വരുന്ന നന്മ നിറഞ്ഞ മനുഷ്യരെ ഉണ്ടാക്കി വിടുന്ന ഒരു പ്രോസസ് ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് അഡാപ്റ്റഡ് ആകാനായിട്ട് പഠിക്കുന്നു ത്രൂ എഡ്യൂക്കേഷൻ. അതിന് വേണ്ടുന്ന പല ആക്ടിവിറ്റീസും സ്കൂളിലും കോളേജുകളിലും നടത്താറുണ്ട് അല്ലെ? നെക്സ്റ്റ് ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ലീഡിങ് ഫോഴ്സ് ആണ് ഹോം എന്ന് ഉദ്ദേശിച്ചത് മറിയ മോണ്ടിസോറി. HORM, ഹോം. ആ ഒരു ഹോമിന് ഒരു എക്സാമ്പിൾ ആയിട്ട് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. കുറെ സബ്സ്റ്റൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് പുതിയൊരു കുറെ എല്ലാം ഫോഴ്സിന്റെ ചെറിയ ചെറിയ എലമെന്റ്സ് ചേർന്ന് വലിയൊരു ഫോഴ്സ് ആവുന്നു. എന്നിട്ട് അത് നമ്മളെ ത്രൈവ് ചെയ്യുന്നു, മുന്നിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതാണ് ഹോം എന്നുള്ളത് കൊണ്ട് മറിയ മോണ്ടിസോറി പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ആ ഒരു ഫോഴ്സ് ഉണ്ട്. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം നമ്മളെ പുഷ് ചെയ്യുന്നത് ഈ ഒരു ഹോമാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ അതിനെ നോളജ് ആക്കി വെക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഈ ഹോമാണ്. അപ്പൊ ഇതിനകത്ത് സയന്റിഫിക് ആയിട്ട് ഹോം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെയുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ശരിക്കും ആവശ്യമില്ല.
നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ഫോഴ്സ് ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നു. ദാറ്റ് ഫോഴ്സ് ഈസ് ഹോം. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. നമ്മളെ ആ ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തനാക്കുന്ന ഒരു വൈറ്റൽ എനർജി. നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ഫോഴ്സ് നമ്മളെ പുഷ് ചെയ്യുന്നു. ഡു ഇറ്റ്. ഓടാനായിട്ട് ആ ഒരു ട്രാക്കിൽ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഓടണം, നല്ല സ്പീഡിൽ, എന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് ഞാൻ ഓടണം എന്ന് ഒരു ഫീൽ ഓടാൻ നിൽക്കുന്ന ആൾക്ക് തോന്നില്ലേ? ദാറ്റ് ഇസ് ഹോം. നമ്മളെ അതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യും. എക്സാമിന് പഠിക്കാൻ വേണ്ടി മെറ്റീരിയൽസ് കയ്യിലെടുക്കുമ്പോൾ എനിക്ക് നല്ല പോലെ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. സംബഡി എൽസ് ആരുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് ഇങ്ങനെ പറയാ, ഡു ഇറ്റ്, ട്രൈ മാക്സിമം എന്ന് പറയില്ലേ? ദാറ്റ് ഇസ് ഹോം. ഇത് കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. മോളിക്യൂൾ, സബ്സ്റ്റൻസ്, അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല കേട്ടോ. മാം അപ്പം ഈ ഹോമിന്റെ എക്സാക്ട് എന്താണ് മീനിങ് എന്ന് വെച്ചാൽ ഹോർമോൺസ് അങ്ങനെയാണോ എഴുതണ്ടേ? മീനിങ് എന്താന്ന് ചോദിച്ചാൽ മീനിങ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ വൈറ്റൽ എനർജി. വൈറ്റൽ ഇമ്പൾസ് നേരത്തെ പറഞ്ഞതാണോ? അല്ല, വൈറ്റൽ എനർജി ദാറ്റ് മേക്ക് us to do some പർപ്പസീവ് ആക്ടിവിറ്റി. നമുക്കൊരു പർപ്പസ്ഫുൾ ആയിട്ടൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ പുഷ് ചെയ്യുന്നൊരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ബയോളജിയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബയോളജിയിലെ ഹോം എന്ന് പറയുന്നത് ഒരു ജീനിന്റെ ഒരു പാറ്റേൺ ആണ്. നമ്മളുടെ എല്ലാവരുടെയും സെൽസിലുണ്ടായിരിക്കും. എല്ലാ ജീവനുള്ള ഇതിന്റെ സെൽസിലുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഉള്ളിൽ ശരിക്കും ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഒരു ആവശ്യം വരുമ്പോൾ അത് ഉണർന്ന് നമ്മളെ ലീഡ് ചെയ്യും, ഗൈഡ് ചെയ്യും. അതാണ് ഹോം എന്ന് പറയുന്നത്. ഹോം ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വാസ്റ്റ് ഫീൽഡായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ഓക്കെ, ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ആളുകൾ ചിലപ്പം ഗ്രൂപ്പായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസ് കാണിക്കും. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പാട്ട് പാടുന്നു, ഞാനൊക്കെ അതിൽ പെടുന്നത്. ഒറ്റയ്ക്ക് പാടാൻ ഇച്ചിരി വിഷമമായിരിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ആകുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ഒരു ഒരു ക്രൗഡിന്റെ കൂടെ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതും ഈ ഹോമിന്റെ ഒരു ഫോഴ്സ് വരുന്നതാണ് കേട്ടോ. ഹോം നമ്മളെ അതിന് പ്രിപ്പയർ ആക്കും. കുട്ടികളിലും ഇതുപോലെ തന്നെ കാണാം. ഇൻഡിവിജ്വലി അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോ പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുസൃതികളൊക്കെ ചെയ്യുമ്പോഴേക്കും നീ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കും. കുട്ടി പറയില്ല എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അവര് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ട്രൂ. കാരണം സം ഫോഴ്സസ് മേക്കിംഗ് ദം ടു ഡു ദാറ്റ്. ആ ഒരു ഹോമിന്റെ ഇതിൽ ഇൻഫ്ലുവൻസിൽ വന്ന് അവർ ചെയ്യുന്നതാണ് പലപ്പോഴും ചില ആക്ഷൻസ്. അതൊക്കെയാണ് ഹോം കൊണ്ട് പറയാൻ വേണ്ടി സോറി ഉദ്ദേശിക്കരുത്. അപ്പൊ അവര് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഓടി എല്ലാരും കൂടെ കളിക്കുകയായിരിക്കും. ഓടുന്ന പോക്കിന് ഒരു കുട്ടിയെ ഒന്ന് തള്ളുമ്പോഴേക്കും വീണ് കഴിയുമ്പോഴാണ് കുട്ടിക്ക് സെൻസ് വരുന്നത്. അയ്യോ ഞാൻ പിടിച്ചപ്പോ, ഞാൻ തട്ടിയപ്പോഴാണല്ലോ വീണതെന്ന്. നീ എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി ഇത്രയും ഉണ്ടാവുള്ളൂ, ഐ ഡോണ്ട് നോ. അപ്പൊ ഈ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഗ്യാദർ ചെയ്തവര് കളിക്കുന്ന സമയത്ത് അവരുടെ ഈ ഫോഴ്സ് അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കുക. അതൊരു പവർഫുൾ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. ആ സമയത്ത് അവർ അറിയുന്നില്ല എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്താ ഞാൻ ചെയ്തെന്നുള്ളത്. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ഫോഴ്സ്, ഈ ഹോം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് സംഭവിക്കാം, നെഗറ്റീവായിട്ട് സംഭവിക്കാം. അപ്പൊ നെഗറ്റീവായിട്ട് വരുന്നതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. കുട്ടിയെ പിടിച്ച് തള്ളി നമ്മളത് ഡിഫെൻഡ് ചെയ്യണം. ആ ഒരു നെഗറ്റീവ് ഫോഴ്സ് വരുന്നതിനെ നമ്മൾ ഇന്റർവീൻ ചെയ്ത് അത് മാറ്റണം. നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് പറഞ്ഞു, അനിമൽ ബീയിങ്സ് പെട്ടെന്ന് തന്നെ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. പക്ഷെ ഹ്യൂമൻ ബീയിങ്ങിന് അതിന് ടൈം എടുക്കും. അവരുടെ ഉള്ളിൽ ഇൻസ്റ്റിങ്ക്ട്സ് ബൈ ബർത്ത് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും അതിന് ടൈം എടുത്തായിരിക്കും വരുന്നത്. ഈ ഹോമൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്.
അപ്പൊ ഹോം ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. നമ്മളെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു വൈറ്റൽ എനർജിയാണ് ഹോം. ഇത് പോസിറ്റീവ് സൈഡിൽ സംഭവിക്കാം, നെഗറ്റീവ് സൈഡിൽ സംഭവിക്കാം. നെഗറ്റീവ് സൈഡിൽ വരുന്നതിനെ നമ്മൾ അപ്പോഴേ ഡിഫെൻഡ് ചെയ്ത് അത് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് ഫർദർ ആക്ടിവിറ്റീസ് ചെയ്ത് കുട്ടികളിൽ വരുന്ന നെഗറ്റീവ്, ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് പല ആക്ടിവിറ്റീസും ചെയ്യില്ലേ, അപ്പൊ അങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടികളെ പ്രത്യേകം പല പല ആക്ടിവിറ്റീസിലൂടെ കടത്തി അവരുടെ ഈ എക്സ്ട്രാ എനർജി പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. അവരെ പിടിച്ച് ലീഡറാക്കും, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി കൊടുത്ത് അവരെ അതിനകത്ത് അങ്ങോട്ട് എൻഗേജ്ഡ് ആക്കി അവരതിൽ ഇൻട്രസ്റ്റഡ് ആക്കി മാറ്റുക ഒക്കെ നമ്മൾ ചെയ്യും. ഹോം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലുമുള്ള ഒരു ഫോഴ്സാണ്, ഒരു വൈറ്റൽ എനർജിയാണ്. നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനുള്ള ഒരു ഡ്രൈവ്, ഒരു പുഷ് തരുന്നത് ഈ ഹോമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ലെവലിൽ തന്നെ ഇത് നടക്കാറുണ്ട്. കുട്ടികൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരെ ഈ ഹോം ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ബേസിക് ഫോഴ്സ് ആണ്. ചിലപ്പോൾ അത് കോൺഷ്യസ് ആയിട്ട് നടക്കും, അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു ബയോളജിക്കൽ ഫോഴ്സ് ആണ്. പലപ്പോഴും അൺകോൺഷ്യസ് പാർട്ടായിരിക്കും മച്ച് ഗ്രേറ്റർ എന്ന് പറയുന്നത്. കാരണം കുഞ്ഞറിയാതെ അവൻ ആ ഇതിലൂടെ കടന്നു പോകുന്നു, ആ ഒരു ഫോഴ്സ് ചെയ്യുന്നത്. അതാണ് പലപ്പോഴും പലത് ചോദിക്കുമ്പോൾ ഇതാരാ ചെയ്തത്, നീയാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ, നുണ പറയുന്നതല്ല, അവരറിയാതെ പലപ്പോഴും ഈ ഫോഴ്സ് മൂലം അവർ പല കാര്യങ്ങളും ചെയ്തു പോകുന്നതായിരിക്കാം. ചിലപ്പോൾ ഓടി വരുന്നതിനിടയ്ക്ക് കൈ തട്ടി എന്തെങ്കിലും തട്ടി മറിഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ ചോദിക്കുമ്പോ എനിക്ക് അറിയില്ല എന്നുള്ള മറുപടി പറയുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അറിയുള്ളൂ. മാം, നമുക്കും ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലേ? അതും ഇത് തന്നെയാണോ? നമ്മളിപ്പം ഇങ്ങനെ പോകുമ്പോ നമുക്കറിയാം നമ്മൾ വീഴും, അതീ ചവിട്ടിയെ വീഴും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ നമ്മൾ അതീ ചവിട്ടി സ്ലിപ്പ് ആവത്തില്ലേ? അതൊക്കെ എനിക്കൊരു ഇൻസ്റ്റൻസ് ഓർമ്മ വന്നു. അതിൽ പോയാൽ നമ്മൾക്ക് കാല് പോവും, അല്ലെങ്കിൽ തെന്നൊന്നും തോന്നിയാൽ നമ്മൾ അത് മനസ്സിൽ അതങ്ങ് ചെയ്തു പോവും. തന്നെ ഇതെല്ലാവരിലും ഉള്ളൊരു ഫോഴ്സാണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. അതാണ് നമ്മളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും അത് സംഭവിക്കാം. പിന്നെ സംടൈംസ് നമ്മളുടെ റിഫ്ലക്സീവ് ആക്ഷൻ അത് ഈ ഹോമാണ്. ഇപ്പോ കുഞ്ഞ് എവിടെയെങ്കിലും ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗത്ത് കൂടെ പോകുന്നു, അത് അവിടെ കൂടെ കുട്ടി പോയ അപകടം എന്ന് പറയുമ്പോഴേക്കും എന്താ പറയാ, അതുവരെ ക്ഷീണിച്ചെങ്ങാനും ഇരിക്കുന്ന അമ്മയായിരിക്കാം പറന്ന് അവിടെ ആ സ്ഥലത്തെത്തും. ദാറ്റ് ഇസ് നമ്മളുടെ ഒരു റിഫ്ലക്സ് ആക്ഷൻ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഫോഴ്സ് ആണ് നമ്മളെ അത് ചെയ്യിക്കുന്നത്. ഇറ്റ്സ് ആൻഡ് വൈറ്റൽ എനർജി ഫോർ ഡൂയിങ് എ പർപ്പസീവ് ആക്ടിവിറ്റി. ചുമ്മാ അതുപോലും ചെയ്യാനുള്ള ഒരു ഫോഴ്സ് എന്നല്ല ശരിക്കും. നെക്സ്റ്റ് നീം. ഇതൊരു മെമ്മറിയാണ്. നമുക്കറിയാം നമ്മളുടെ മെമ്മറി ബർത്ത് തുടങ്ങിയ 3 years വരെ അൺകോൺഷ്യസ് മൈൻഡാണ്, പിന്നെ അത് കോൺഷ്യസ് ആവുന്നു, ദാറ്റ് മെമ്മറി. അപ്പൊ നെയിമിന് 2 സ്റ്റേജസ് ആണ്, 2 ഫോമാണ്, അൺകോൺഷ്യസും കോൺഷ്യസും. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നെയിം എന്ന് പറയുന്നത്. അത് നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചാകുമ്പോൾ ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റിലെ സറൗണ്ടിങ്സിൽ കാണുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് അതിന്റെ ഇംപ്രഷൻസ് സൂക്ഷിക്കുന്ന ഒരു മെമ്മറിയാണ് നെയിം എന്ന് പറയുന്നത്. എല്ലാ ഹ്യൂമൻ ബീങ്സിനും എല്ലാ ലിവിങ് തിങ്സിനും ഉള്ളൊരു മെമ്മറിയാണ് നെയിം എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ് ലൈഫിനുമുണ്ട്, അനിമൽ ലൈഫിനും ഉണ്ട്. പ്ലാന്റ് ലൈഫിനെ ഫ്ലോറ എന്നാണ് പറയുന്നത്, അനിമൽ ലൈഫിനെ ഫോണ എന്നാണ് പറയുന്നത്. FAUNA ഐ തിങ്ക്, FLORA, ഫ്ലോറ. ഞാൻ ക്വസ്റ്റ്യനില് പ്ലാന്റ് ലൈഫ് അനിമൽ ലൈഫ് ഞാൻ പറയാറില്ല. ഫ്ലോറ ആൻഡ് ഫോണ ഹാവ് ദിസ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കാറുണ്ട്. ഏത് ജീവനുള്ള വസ്തുവിനും ഉള്ള ഒരു മെമ്മറിയാണ് നെയിം എന്ന് പറയുന്നത്. നമ്മള് ചെടികളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്യുമ്പോൾ, അതിൻ്റെ അടുത്ത് പോയി നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ആ ചെടികൾ ഭയങ്കര ആർത്ത് നല്ല തഴച്ചു വളരുന്നത് നമ്മൾ കാണും അല്ലെ. അതിന് മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു തെങ്ങുണ്ടായിരുന്നു, കുറഞ്ഞ തെങ്ങാണ്, നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പറിക്കും. അപ്പം നിങ്ങൾ വരുന്ന സ്ഥലം വാങ്ങുമ്പോഴേ അതുണ്ട്. അപ്പൊ വീടിന്റെ ഫ്രണ്ടിലെ ഒരു കോർണറും ഈ തെങ്ങുമായിട്ട് അടുത്ത. എല്ലാരും പറഞ്ഞു അത് വെട്ടിക്കളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും തെങ്ങ് വെട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ താമസം തുടങ്ങിയപ്പോ അതിന് തടമൊക്കെ എടുത്ത് ഈ ജൈവവളമൊക്കെ വാങ്ങിച്ചിട്ട് തെങ്ങിന്റെ ഓലയുടെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതില് നിറയെ ഉണ്ടായി. വീട്ടിൽ ആര് വന്നാലും നമുക്ക് കരിക്ക് കൊടുക്കാൻ പാകത്തിന് അപ്പൊ നമുക്ക് എടുത്ത് ഫ്രഷ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് നിറയെ ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് ഇതുപോലെ തന്നെ അവരെ എവിടെയോ ഒരു സ്ഥലത്ത്
മാവുണ്ടായിരുന്നു എന്ന്. അപ്പൊ മാവിന്റെ ചോട്ടിൽ നിന്ന് ഇതിലൊന്നും ഉണ്ടാവുന്നില്ലല്ലോ, ഇതങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമോ. അപ്പൊ ആ വർഷം മാവ് നിറയെ പൂത്ത് ആ നാട്ടുകാർക്ക് മുഴുവൻ മാമ്പഴം കൊടുക്കാവുന്ന അത്രയും മാങ്ങ ഉണ്ടായി. വാശിക്കെങ്ങാണ്ട് മാവ് പൂത്തതായിരിക്കാം അത്രയും മാമ്പഴം ഉണ്ടായിട്ട്. അപ്പൊ ഇതുങ്ങൾക്ക് എല്ലാം മെമ്മറി ഉണ്ടെന്ന് പറയുന്നത് എല്ലാ ലൈഫിനും, എല്ലാ പ്ലാന്റ് ലൈഫിനും അനിമൽ ലൈഫിനും മെമ്മറി ഉണ്ടാവും. അതാണ് നെയിം എന്ന് പറയുന്നത്. അപ്പം അത് പല ജീവജാലങ്ങളിലും പല രീതിയിലായിരിക്കും ആ ഒരു മെമ്മറിയുടെ ഒരു ഫോം എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ചുറ്റുപാടുമുള്ളതിനെ കേട്ട് കണ്ട് എല്ലാം അബ്സോർബ് ചെയ്ത് ഇംപ്രഷൻസ് ആയിട്ട് വെക്കും. അതുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഇതുണ്ടെന്ന് പറയുന്നത്. ഫ്ലോറ എന്ന് പറയുന്നത് ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ് ലൈഫ്, ഫോണ എന്ന് പറയുന്നത് അനിമൽ ലൈഫ്. FAUN. യെസ്. ഓക്കെ. അനിമൽസില് ഈ ഒരു എന്താ പറയാ, പിന്നെ അനിമൽസിലും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിനും പ്ലാന്റ് ലൈഫിലും ഈ ഒരു സൈക്കിക് നീം, അത് നീം എന്ന് പറയുന്നത് നീമി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. അനിമൽസിൽ ഇതിനെ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയും, ഇൻബോൺ പാറ്റേൺ. നമുക്കറിയാം അനിമൽസ് ജനിക്കുമ്പോഴേ തന്നെ അവരങ്ങ് കേപ്പബിൾ ആകുന്നു, അത് അങ്ങനെയാണ് അനിമൽസിൽ വരുന്നത്. പക്ഷെ ഹ്യൂമൻ ബീയിങ്ങിന് ആ ഇൻസ്റ്റിങ്ക്ട്, ഇൻബോൺ പാറ്റേൺ ഉണ്ടെങ്കിലും അവർ കുറെ കൂടെ വളരുമ്പോഴാണ് അത് ഡെവലപ്പ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ, ആ ഒരു ഇൻസ്റ്റിങ്ക്ട്. പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഡിനോസേഴ്സിന്റെ കാര്യം. അവർ ഭയങ്കര ഹ്യൂജ് ആൻഡ് പവർഫുൾ ആയിരുന്നു, പക്ഷെ അവർക്ക് ഐസ് ഏജ്, ഭയങ്കര തണുപ്പ് വന്നപ്പം അവർക്ക് അതുമായിട്ട്, ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആകാൻ പറ്റിയില്ല. അങ്ങനെ അവര് ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിന് പകരം പിന്നെ മാമൽസ് ഉണ്ടായി. അവർക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ മാമൽസ് പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്തത്. ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റിന് അനുസരിച്ചാണ് ആ ഒരു അഡാപ്റ്റേഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ മാനിന്റെ അഡാപ്റ്റബിലിറ്റി അതെന്ന് പറയുന്നത് ആ ഒരു നമുക്ക് ആ ഒരു അഡാപ്റ്റബിലിറ്റി ഉള്ളത് കൊണ്ടാണ് പല പല സിറ്റുവേഷനായിട്ടും നമുക്ക് യോജിച്ചു പോകാനായിട്ട് പറ്റുന്നത്. നെയിം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, അതൊരു മെമ്മറിയാണ്, എല്ലാം സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് നെയിം. ഇങ്ങനെയുള്ള ഈ അനിമൽസിന് ഇങ്ങനെയുള്ള ഇൻബോൺ പാറ്റേൺ ഉണ്ട്. അതിന് പകരം നമ്മൾക്കുള്ളതാണ് ഒരു പൊട്ടൻഷ്യൽ. നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ മറിയ മോണ്ടിസോറി വിളിച്ച പേരാണ് നെബുലെ. അത് ജനിക്കുമ്പോഴേ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനായിട്ട്, അത് യൂസ് ചെയ്തു വരാൻ നമുക്ക് ടൈം എടുത്തു. അതാണ് പറയുന്നത്. അപ്പൊ ഈ ഹോം, ആ ഒരു വൈറ്റൽ ഫോഴ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ ഹോം ഇല്ലേ, ഹോമിനോട് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ഹോമിനെ ട്രിഗർ ചെയ്യുന്നത് നീമി എന്നുള്ള ഈ ഒരു മെമ്മറിയാണ് ഹോമിനെ ട്രിഗർ ചെയ്തുകൊണ്ട് വരുന്നത്. നെക്സ്റ്റ് നെബുലയാണ്. നെബുല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിലുള്ള കുറെ സബ്സ്റ്റൻസുകൾ, ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്, അങ്ങനെ സ്റ്റാർസിന്റെ ക്രിയേഷൻ, ഇതൊക്കെയാണ് ശരിക്കും നെബുല എന്ന് പറയുന്നത്. ആ പേര് മറിയ മോണ്ടിസോറി കടമെടുത്തു എന്നേ ഉള്ളൂ, അല്ലാണ്ട് സ്പേസിലെ ആ പാറ്റേണുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമൊന്നുമില്ല. അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തു കുറെ എനർജി സോഴ്സസ് എല്ലാം കൂടെ ചേർന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് നെബുല എന്ന് പറയുന്നത്. അനിമൽസില് അവര് ജനിക്കുമ്പോഴേ തന്നെ ഈ പൊട്ടൻഷ്യൽ, അതിനെ ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് അനിമൽസിൽ പറയുന്നത്. ഈ ഇൻസ്റ്റിങ്ക്റ്റ് ഉണർന്ന് പ്രവർത്തിക്കും, പക്ഷെ നമ്മളുടെ ഈ പൊട്ടൻഷ്യൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. ഉള്ളിലുണ്ട്, പക്ഷെ അത് ഡെവലപ്പായി വരാനായിട്ട് സമയമെടുക്കും. പിന്നെ ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്ത് സ്റ്റാർസിന്റെ ക്രിയേഷൻ നമുക്കറിയാം. നക്ഷത്രങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അവിടെ കുറെ സബ്സ്റ്റൻസ് എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് എനർജി സോഴ്സായി മാറി, അങ്ങനെയാണ് സ്റ്റാർസ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്നുമാണ് ഈ നെബുല എന്നുള്ള വാക്ക് കടമെടുത്തത്. ഓക്കെ.
പിന്നെ നമ്മൾക്കറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നുമില്ല അല്ലെ, കുറെ നാളിങ്ങനെ പല രീതിയിൽ പ്രാക്ടീസ് ചെയ്താണ് അങ്ങനെ ലാംഗ്വേജ് ഫോം ചെയ്യുന്നത്. ലാംഗ്വേജ് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ കുട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളില് ഈ നെബുലയുണ്ട്, ഓരോന്ന് പഠിക്കാനുള്ള ഈ ഒരു പൊട്ടൻഷ്യൽ നെബുല നമ്മളുടെ ഉള്ളിലുണ്ട്. കുറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു പൊട്ടൻഷ്യൽ നമ്മളെ പലതും പഠിപ്പിക്കുന്നത്. ലാംഗ്വേജ് ജനിക്കുമ്പോ തന്നെ നല്ലപോലെ ഫ്ലുവന്റ് ആയിട്ട് മലയാളോ ഇംഗ്ലീഷോ പറയുന്നില്ല. യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ആക്ടിവിറ്റീസിലൂടെയും എല്ലാമാണ് ലാംഗ്വേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ഉള്ളിലും ലാംഗ്വേജ് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അത് സമയമാകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്നു. ചുറ്റും ഉള്ള ആളുകളുടെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കുട്ടി ഓരോന്നൊക്കെ പഠിക്കുന്നത്. അനിമൽസിലെ പോലെ ഇൻസ്റ്റിങ്ക്റ്റുമായിട്ടല്ല മനുഷ്യര് ബോൺ ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ ഈ പൊട്ടൻഷ്യൽ ആണുള്ളത്. എന്നിട്ട് നമ്മളെ ഏബിൾ ആക്കുവാണ് ഈ പൊട്ടൻഷ്യൽ നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണോ, അഡാപ്റ്റേഷൻ ആണോ, പൊരുത്തപ്പെടുമോ സിറ്റുവേഷൻസുമായിട്ട്, അത് ലാംഗ്വേജ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്. അനിമൽസിൽ തുടക്കത്തിൽ ഇൻസ്റ്റിങ്ക്റ്റ് എങ്ങനെയാണോ അങ്ങനെയാണ് നമുക്ക് പിന്നീട് ഈ നെബുലി നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത് ഈ നെബുലയിലുള്ള പൊട്ടൻഷ്യലിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഹോം. ഹോമിനെ അതിനു വേണ്ടി ട്രിഗർ ചെയ്യിക്കുന്നതാണ് നീം. നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് മെമ്മറിയിൽ അതിന്റെ മെന്റൽ ഇമേജ് ഉണ്ടാവൂല്ലേ. അപ്പൊ നീം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ആ മെന്റൽ ഇമേജ് ആവശ്യമാണെങ്കിൽ നീം അതിനനുസരിച്ച് അത് ഓർമ്മപ്പെടുത്തും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഹോം ആ മെന്റൽ ഇമേജുമായിട്ട് കണക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ മൂന്നും തമ്മിലുള്ള കണക്ഷൻ കിട്ടിയോ? മൂന്ന് ഇപ്പൊ പറഞ്ഞത് പറയാം. നമുക്ക് നീമി എന്ന് പറയുന്നത് എന്താണെന്നറിയാം. നമ്മൾ ചുറ്റും കാണുന്ന പല ഇമേജുകളും നമ്മളിങ്ങനെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലുമായിട്ട് നമുക്ക് കണക്ഷൻ വരണം. അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യണം. നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ആണ് നമ്മളുടെ നെബുലി. ഒരു ലാംഗ്വേജ്, ആ ഇമേജ് ഇപ്പൊ നമ്മളൊരു ആനയാണ് കണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ആനയുടെ ഇമേജ് കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുക, ആനയുടെ ഇമേജ് കുട്ടിയുടെ മനസ്സിലുണ്ട്. അപ്പൊ നീമാണ് ആ ആനയുടെ ഇമേജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഈ ആനേന്ന് എഴുതുകയും വേണം, ആനയെ നമുക്ക് വരയ്ക്കുകയും വേണം. സോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഫിംഗേഴ്സ് വേണം അല്ലെ. അത് പിടിച്ച് നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പൊട്ടൻഷ്യൽ വേണം. ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്ന, ആ നെബുല യൂസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. മൂന്നും തമ്മിലുള്ള കണക്ഷൻ കിട്ടി. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ദാറ്റ് ഈസ് നെബുലി. ആ പൊട്ടൻഷ്യലിനെ നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കുന്നത് ഹോമാണ്. ഹോമിന് അതിനുള്ള ട്രിഗർ കൊടുക്കുന്ന നീമിയാണ്, മെമ്മറിയാണ്. ഓക്കെ, ഇങ്ങനൊരു കാര്യം നമ്മുടെ ബ്രെയിനിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ഓർമ്മിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റിക്ക് നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ഓർമ്മയില് ബ്രെയിനിൽ നമ്മൾ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എക്സാമിന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ബ്രെയിനിലിരിക്കുന്ന മെമ്മറിയെ കൊണ്ടുവരണം. അപ്പോൾ ഹോം നെബുലയെ കൊണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് ഹോമിനെ ആ ഒരു നീമി ഓർമ്മിപ്പിക്കും, ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോഴ്സ് നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മളുടെ അതെടുത്ത് എഴുതാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഈ 3 വേർഡും. അതിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സയൻസും ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ ആയിട്ട് നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇത് 3 നമ്മളുടെ ഉള്ളിലുണ്ട്. ഒരു ജീവനുള്ള വസ്തു എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിൽ ഇത് 3 ഉണ്ട്. ഇത് 3 ഉള്ളപ്പോഴാണ് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളുടെ മൈൻഡ്, നമുക്ക് മെമ്മറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മള് ഉറങ്ങുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് മെമ്മറി റെസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മളുടെ സബ് കോൺഷ്യസ് അത് ഉണർന്നിരിക്കുമായിരിക്കും ആ ഒരു സമയത്ത്. അതാണ് ചിലപ്പോ തലയും വാലും ഇല്ലാത്ത കുറെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്. സബ് കോൺഷ്യസിനെ കുറിച്ചിട്ട് ഇത് പറയുന്നുണ്ട്.
സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും അത് എത്രത്തോളം സയന്റിഫിക് ആണെന്ന് അറിയില്ല, ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത മെമ്മറിനെ മാച്ചു കളയുന്നു. അങ്ങനെ നല്ല രീതിയിലും യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അത് സയന്റിഫിക്കലി എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, പക്ഷെ അത് ചെയ്ത് ക്രൈമും ചെയ്യിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെയാണല്ലേ. കാരണം അത് ഉറങ്ങുന്നില്ല, അത് റെസ്റ്റ് ചെയ്യില്ല. അതിൽ പല കാര്യങ്ങളും പ്രോസസ്സും നടക്കുന്നുണ്ട് സബ് കോൺഷ്യസിൽ. അത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതും റെസ്റ്റ് ആയിരിക്കും. ബാക്കി അടുത്തത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ഫിസിക്കൽ ട്രെയിറ്റ്, നമ്മളുടെ രൂപത്തിലുള്ള വ്യത്യാസം, അത് ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. മോണ്ടിസോറി ടേംസിൽ വരുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ മെന്റൽ ഡിഫറൻസസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, എബിലിറ്റി, അതിലുള്ള ഡിഫറൻസ്, പവർ ഓഫ് ഇമാജിനേഷൻ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഒരുപോലെ ആവണമെന്നില്ല, കോൺസെൻട്രേഷൻ ഒരുപോലെ ആവണമെന്നില്ല, തിങ്കിങ് പവർ ഒരുപോലെ ആവണമെന്നില്ല. ചിലത് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ടു സേ ദീസ് വേർഡ്സ്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒന്നും കേട്ടോ. ഈ മെന്റൽ ഡിഫറൻസിലെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബ്രൈറ്റ്, നോർമൽ, ദാറ്റ്സ് ഓക്കെ, ജീനിയസ് ഒക്കെ ഓക്കെ. ചിലപ്പോൾ ഒരു മോഡറേറ്റ് ആയിരിക്കും, ആവറേജ് ആയിരിക്കും, ജസ്റ്റ് അബോ ആവറേജ് ആയിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പലർക്കും പല പല കഴിവായിരിക്കും ഉള്ളത്. നമ്മൾ ഈ വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അന്ന് അവിടെ കൊടുക്കേണ്ട കാര്യമായിരുന്നു. പിന്നെ നമ്മളുടെ മൂവ്മെന്റ്, മോട്ടർ എബിലിറ്റിയുടെ ഡിഫറൻസ്. ചിലർ നല്ലപോലെ ഓടുമായിരിക്കും, ചിലർ ക്ഷീണിക്കില്ല. വിത്തൗട്ട് വീക്ക്നെസ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള സ്റ്റാമിന ഉണ്ടാവും. പിന്നെ ഇൻട്രസ്റ്റിലും ആപ്റ്റിറ്റ്യൂഡിലും ഉള്ള ഡിഫറൻസ്. പല രീതിയിലുള്ള ടേസ്റ്റും ഇൻട്രസ്റ്റും ആയിരിക്കും ആളുകളിൽ. ചിലർക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഒറ്റയ്ക്കുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം, ഗ്യാതറിങ്സ് ചിലർ അവോയ്ഡ് ചെയ്യും. അങ്ങനെ പല ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും കാണും. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ പറയില്ലേ, ചില ആളുകൾ തുറന്നു പറയും, പ്ലീസ് എന്നെ ഒറ്റയ്ക്ക് വിടണം, എനിക്ക് താല്പര്യമില്ല, അങ്ങനെ പറയുന്നവരുണ്ടാവും. ചിലർ പിന്നെ സഹിച്ച് പാർട്ടി സ്പോയിലർ ആവണ്ടെന്ന് കരുതിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നവരും മോജ് ആവുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലർക്ക് പഠന കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റും അവരുടെ ഒരു അഭിരുചി എന്ന് പറയുന്നത്. ചിലർക്ക് മ്യൂസിക്, ചിലർക്ക് ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള രീതികളൊക്കെ ആയിരിക്കാം. പിന്നെ ഗെയിംസ്, അത്ലറ്റിക്സ്, അങ്ങനെയുള്ളതിൽ താല്പര്യം ഉണ്ടാകാം ചില ആളുകൾക്ക്. പിന്നെ ആറ്റിറ്റ്യൂഡിലെ ഡിഫറൻസ്, ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡിൽ ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ഐഡിയോളജി ഡിഫറെന്റ് ആയിരിക്കാം, റിലീജിയസ് ബിലീഫ് ഡിഫറെന്റ് ആയിരിക്കാം, ട്രഡീഷൻസ് ഡിഫറെന്റ് ആയിരിക്കാം, ഒപ്പീനിയൻസ് ഡിഫറെന്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ വരാം ആറ്റിറ്റ്യൂഡിലെ മനോഭാവം. പിന്നെ ചില ആളുകൾ പലരോടും പല ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരുണ്ടാകാം അല്ലെ. നമ്മൾ ചിലപ്പോൾ ആളും തരം അറിഞ്ഞ് പെരുമാറാന്നുള്ള ആ ഒരു രീതിയിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരുണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിനനുസരിച്ച് ചില ആളുകൾ ചിലരോട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നതിൽ പ്രശ്നം തോന്നില്ല, പക്ഷെ ചിലരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ ഓപ്പൺ അപ്പ് ആവില്ലായിരിക്കും. അങ്ങനെയുള്ള പല ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇമോഷണൽ ഡിഫറൻസസ്, ലൈക്ക് നമ്മൾ പല രീതിയിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ലൈക്ക് ചിലര് പോസിറ്റീവ് ഇമോഷൻസ്, ലവ്, അഫെക്ഷൻ, അങ്ങനെ അമ്യൂസ്മെന്റ്, അങ്ങനെ പോസിറ്റീവ് ഇമോഷൻസ് കാണാം. ചിലര് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. ചിലർ സംസാരിക്കുമ്പോൾ ഫുള്ളി നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യില്ലേ. നെഗറ്റീവ് ഇമോഷൻസ് ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നും. അങ്ങനെ നമുക്കിപ്പോ ഒരു സുഹൃത്തുണ്ട്, പക്ഷെ ആള് ഈയിടെയായിട്ട് നെഗറ്റീവ് ആണ് പറയുന്നതെന്ന് കരുതി നമ്മൾ നമ്മുടെ സുഹൃത്താണ് ഒഴിവാക്കാൻ നോക്കില്ല. നമ്മൾ സംഭവം നല്ലൊരു ടൈം നോക്കി ആളോട് ചിലപ്പോൾ അത് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ ശരിയാകാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് കാണിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ചിലർക്ക് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ പവർഫുൾ. ചിലർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, മെച്യൂർ ആയിരിക്കും, ചിലർ അൺസ്റ്റേബിൾ ആയിരിക്കാം, ചൈൽഡിഷ് ആയിരിക്കും. ഇതിൽ മെയിൻ ആയിട്ട് ഹോം, നീമി, നെബുലേ, ആ 3 കാര്യങ്ങളും അത് തമ്മിലുള്ള കണക്ഷൻസും. ഹോം എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജിയാണ്, നമ്മളൊരു പർപ്പസീവ് ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള നമ്മളുടെ ഒരു എനർജി. ഹോമിനെ റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്.
പിന്നെ അത് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു മൃഗങ്ങളിലൊരു ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ അതൊരു പൊട്ടൻഷ്യൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് സമയത്താണ് ഉപയോഗിക്കുള്ളൂ എന്ന് മാത്രം. ഓരോന്നിന്റെയും സമയത്ത് ആ ഒരു പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരും. അതിന് ആ ഒരു പൊട്ടൻഷ്യലിനെ അത് ചെയ്യിപ്പിക്കുന്നത് ഹോമും അതിന് വേണ്ടുന്ന ട്രിഗർ കൊടുക്കുന്നത് നീനിയാണ്. ഹോമിന് ആ ഒരു ട്രിഗർ ഈ സമയമായി, ലാംഗ്വേജ് ഇപ്പോഴാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, സോ ഇതാണ് മെന്റൽ ഇമേജ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അത്. ഓക്കെ, സോ അപ്പൊ നമ്മളുടെ പോർഷൻസ് തീർന്നു. സോ നിങ്ങൾ ടേം എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളൂ. 10th തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ടൈം 7:30 തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ചിലപ്പോൾ 1 hour എന്നുള്ളത് ഇതുപോലെ 1.5 hours ചിലപ്പോൾ നീണ്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നോർമലൈസേഷൻ ആൻഡ് ഡേവിയേഷൻ നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ എന്ന് പറയാം. ഓക്കെ, ആഷുവർ എനിക്കൊരു മെസ്സേജിങ് വിട്ടു വെക്കുവാണെങ്കിൽ ഞാൻ ഓർക്കും. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ മാം, ഞങ്ങൾ ഇത്രയും നേരം ഭയങ്കര ടെൻഷനിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു തലവേദന എടുത്തിരിക്കുന്ന രീതിയിലായിരുന്നു. ഈ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇത് തീരുവോ മാം? അതൊരു ചെറിയ ക്യാപ്സ്യൂളിലൂടെ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരേ ഫീലാണ്. വളരെ ഈസി ആയിട്ട് ബാക്കി ഏത് ചാപ്റ്റേഴ്സ് വിട്ടാലും ഞങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് എക്സാം നമുക്ക് എഴുതാൻ പറ്റും. അത്ര ഈസി ആയിട്ട് മാം ഇത് ഹാൻഡിൽ ചെയ്തു. താങ്ക് യു സോ മച്ച് മാം, വണ്ടർഫുൾ ക്ലാസ്. ശരിക്കും അത് എക്സ്പീരിയൻസ് കണക്ട് ചെയ്ത് വളരെ ഷോർട്ട് ആയിരുന്നു. എല്ലാം നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുവായിരുന്നു ഇപ്പൊ ഇത് മെമ്മറി പോണതിന് മുന്നേ കുറെയൊക്കെ എഴുതി വെച്ചു, കുറെ കാര്യങ്ങൾ. താങ്ക് യു മാം, ശരിക്കും റിയലി ലവ് യു മാം. 3 ചാപ്റ്റേഴ്സ് തീർന്നു. ശരിക്കും എല്ലാരും ടെൻഷൻ പിടിച്ചത് പാർട്ട് 3 സബ്ജക്റ്റിനായിരുന്നു. പക്ഷെ മിക്ക ബാച്ചുകളിലും എല്ലാവർക്കും ഏറ്റവും ഹയസ്റ്റ് സ്കോർ പാർട്ട് 3 ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഡു വെൽ. Thank you so much. Thank you so much. Good night, ma'am. Thank you, ma'am. Bye. Good night, ma'am. Thank you, ma'am. Good night, ma'am. മാം ഇതൊക്കെ കഴിഞ്ഞിട്ട് PG കാരെയും കൂടെ നമ്മളെയും കൂടെ സഹായിക്കില്ലേ? ചെറിയൊരു റീഫ്രഷ്മെന്റ് ക്ലാസ്. സെഷന് വേണോ? കാരണം മാം ഞങ്ങൾ PG, എനിക്ക് തോന്നുന്ന എല്ലാവരുടെ അവസ്ഥ അതായിരിക്കും. ഇപ്പൊ സ്കൂളിലൊക്കെ ഇന്റേൺഷിപ്പിന് കയറിയിട്ടുള്ളവരും, അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഒട്ടും നോക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വായിക്കാനുണ്ട് അതില്. നമുക്കൊക്കെ കോൺസെപ്റ്റ് പിടികിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഞങ്ങൾക്കൊക്കെ ഓക്കെയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ ഒരു ഇതേപോലെ വായിക്കാനൊന്നും അങ്ങനെ ടൈം, എപ്പോഴാണ് എക്സാം എന്നും അറിയത്തില്ല. നമ്മൾ 15 to 23 ഒക്കെ ഇതില്ലേ നമ്മുടെ മോണ്ടിസോറി, ഇത് തന്നെ ഉണ്ടല്ലോ ഡിപ്ലോമ. അത് കഴിഞ്ഞ് 1 week കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ പല ബാച്ചിനും 1 weekന് ശേഷമാണ് PG വെക്കുന്നത്. അപ്പൊ ഞാൻ നാളെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മാമിനോട് ഒന്ന് ചോദിച്ചു നോക്കാം ഉദ്ദേശം ഏത് ടൈമിലാണ് നിങ്ങൾക്കൊരു റിഫ്രഷിംഗ് സെഷൻ കൊടുക്കാൻ. എന്തായാലും റിഫ്രഷിംഗ് സെഷൻ ഞാൻ ഈ എക്സാം കഴിഞ്ഞിട്ടേ തരുള്ളൂ കേട്ടോ. 23 കഴിഞ്ഞിട്ടേ തരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കും പറ്റില്ല. അത് മതി മാം, അതാ ഉദ്ദേശിച്ചത്. 23 ഡിപ്ലോമയുടെ മൊത്തം കഴിഞ്ഞിട്ട് PG ഒരു 1 week ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഇടയിൽ വെച്ചൊരു ക്ലാസ്സും ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്കൊരു സമാധാനം. ഇത്രയും വായിക്കുക എന്നുള്ളത് മാം പറഞ്ഞ പോലെ നല്ല പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിർബന്ധമായി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അത് നല്ലൊരു ടഫാണ്. അത് പ്രത്യേകിച്ചും ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ക്ലാസ് കാണുകയും വീണ്ടും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, ക്ലാസ്സിൽ അങ്ങനെ കയറാൻ പറ്റാത്തവരെ, ടെക്സ്റ്റ് വായിക്കാൻ പറ്റാത്തവരെ ഡെഫിനറ്റ്ലി ആ ഒരു റിഫ്രഷിംഗ് സെഷൻ നിങ്ങൾ കയറണം. എക്സാമിന് നിങ്ങൾ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എക്സാം നിങ്ങൾ ടെൻഷൻ പിടിച്ചായിരിക്കും എഴുതുന്നത്. കൂളായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും ആ ഒരു റിഫ്രഷിംഗ് സെഷൻ. റിഫ്രഷിംഗ് തന്നെയാവും റിഫ്രഷിംഗ് സെഷൻ. ഓക്കെ ഫൈൻ. അപ്പോ എന്താ പറയാ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ മാം, ഈ മോക്ക് ടെസ്റ്റ് കൂടെ ഒന്ന് തന്നേക്കണേ മാം. ഈ 3 ചാപ്റ്റേഴ്സ് ഇപ്പൊ കഴിഞ്ഞ 3 നാളെ തന്നെ ഒന്ന് കഴിവത് ഇട്ടിരുന്നാൽ നമ്മളത് ചെയ്ത് നോക്കും മാം. ഓക്കെ, തരാം. സെൽഫ് കൺസ്ട്രക്ഷന് ഞാൻ പണ്ട് പ്രിപ്പയർ ചെയ്തതായിരുന്നു. അതിനകത്ത് പീരീഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എക്സാമിന് പീരീഡ്സ്, അതായത് ഏജ് സ്പാൻ ഒന്നും ചോദിക്കില്ല അങ്ങനെ. കാരണം അത് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ, അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ സെൽഫ് കൺസ്ട്രക്ഷൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റെഡി ആക്കിയിട്ട് ഞാൻ അത് ഇടും. ഇപ്പോഴത്തെ ടേം എക്സാമിനേഷൻ അതോർത്ത് ടെൻഷൻ ആവണ്ട, അത് തന്നെ ഒന്ന് പഠിച്ചു പോയാൽ മതി. സെൽഫ് കൺസ്ട്രക്ഷനിൽ നിന്നൊക്കെ 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടാവുള്ളൂ ടേം എക്സാമിനേഷന്. അപ്പോ ബാക്കി
ബാക്കിയുള്ളത് മിക്കതും ഞാൻ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇതിനിപ്പം യൂണിറ്റ് 2, യൂണിറ്റ് 10, യൂണിറ്റ് 7 അതും 3ഉം റെഡിയാണ്. ഞാൻ ഓർത്തു ഓരോ ദിവസം നാളെ അത് 3ഉം ഞാൻ കൊടുക്കും. നാളെ അത് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കിട്ടും. മറ്റേ സെൽഫ് കൺസ്ട്രക്ഷൻ ആ കുട്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതാണ് പറ്റിയത്. അത് സോറി ഒക്കെ പറഞ്ഞു, സാരില്ല, അവർക്ക് ഇഷ്ടംപോലെ വർക്ക് ഉള്ളതല്ലേ, ചിലപ്പോ വിട്ടുപോയി. എന്നെ ഓർപ്പിച്ച് നന്നായി, അല്ലെങ്കിൽ മാമിനോട് ചോദിക്കാൻ നിൽക്കായിരുന്നു. ഈ പുതിയ മോക്ക് ടെസ്റ്റ് നോക്കിയപ്പോ മൊത്തം ഏജ്, ഞാൻ പെട്ടെന്ന് മാറിയതിന് ഒന്നും കൂടെ നോക്കിയിട്ട് കേറാന്ന്. മൊത്തം ഏജ് വന്നപ്പോ കൺഫ്യൂഷൻ ആയി. പിന്നെ അത് മാറ്റും. അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അത് എടുത്താൽ മതി. ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിന് മുമ്പ് വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരും. ഓക്കെ, ഫൈൻ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. മെനി താങ്ക്സ്. എന്റെ വ്യക്തിപരമായ പേരില് ഇന്ത്യന്റെ പേരില് താങ്ക് യു. കാണാം. ഓക്കെ, കാണാം. ഞാനിപ്പൊ ലീവ് ആവുന്നില്ല, കാണാം. കാണാനിരിക്കുവാണോ? ഓക്കെ. ഇനി ഇരിക്കേണ്ടോട്ട് പോണമെങ്കിൽ മാം തന്നെ ഓഫ് ചെയ്യേണ്ട വരും തോന്നുന്നു. എല്ലാരും ഇരിക്കും. ഞങ്ങളും മാം പോയതിലേക്ക് പോകുന്നു. സത്യം, ഞാനത് ഓർത്തല്ല, എല്ലാരും മിണ്ടാതെ ഇരിക്കുന്നു. ഓക്കെ ദെൻ, നിങ്ങളും പോയിക്കോളൂ, ഞാനും പോവാണ്. ഓക്കെ, ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് മാം. എന്തായാലും മാം പോയതിനു ശേഷം തന്നെ നമുക്ക് പോവാം. ഓക്കെ, ബൈ. പോയില്ല, വന്നു. ഇവിടെ ഇരിക്കാം, പോകണ്ട.